കർത്താവിൽ നമ്മൾ എത്ര സമ്പന്നരാണ് എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മൾ രക്ഷയുടെ എല്ലാ തലങ്ങളും പൂർത്തിയാക്കുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും എവിടെയെങ്കിലും ഒരു ഇത്തിരി പ്രവൃത്തികൾ ഉണ്ടാകണം, പക്ഷെ രക്ഷ പൂർത്തിയാക്കാൻ അത് നമ്മുടെ പ്രവൃത്തികളുടെ അല്ല. പക്ഷെ പ്രവൃത്തികൾ ഉണ്ടാകണം, പക്ഷെ നമ്മുടെ പ്രവൃത്തികളല്ല, യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ നമ്മളിലൂടെ ഉണ്ടാകണം. ആ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ നമ്മളിലൂടെ വരുന്നത് കൃപയാൽ, വിശ്വാസത്താലാണ്. നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ കാണുന്ന നിലവാരം ക്രിസ്തുവിൻ്റെ നിലവാരമായതുകൊണ്ടാണ് നമ്മൾ രക്ഷ വിശ്വാസത്താലാണ് എന്ന് പറയുന്നത്. നിലവാരം താഴ്ത്തി ഒരു മനുഷ്യൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നമുക്കവിടെ പ്രവൃത്തികളെ ആഡ് ചെയ്യാം. പക്ഷേ പ്രവർത്തിക്കാൻ പറ്റാത്തത്ര ഉന്നതിയിലുള്ള ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ എത്താൻ ഞാനല്ല, ക്രിസ്തു അത്രേ എന്ന പകരക്കാരനിലൂടെ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് വിശ്വാസം മാത്രം എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ ക്രിസ്തു മാത്രം എന്നും കൂടെ വരുന്നത്. ക്രിസ്തു മാത്രമേ ഉള്ളൂവെങ്കിൽ അത് വിശ്വാസം മാത്രമാണ്. കാരണം വേറൊരു വഴിയിലും യേശുക്രിസ്തുവിനെ പോലെ ആവുക അസാധ്യമാണ്. അത് കൃപ മാത്രമാണ്. കാരണം ഒരിക്കലും മെറിറ്റിൽ ഒരാൾക്കും യേശുക്രിസ്തുവിനെ പോലെ ആകാൻ കഴിയത്തില്ല. കൃപയാലേ അത് സാധിക്കുള്ളൂ, വിശ്വാസത്താലേ അത് കഴിയുള്ളൂ, വചനത്താലേ അത് സാധിക്കുള്ളൂ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ മാത്രമേ അത് കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത ഒരേ പ്രത്യാശയാൽ വിളിക്കപ്പെട്ടവരും ഒരേ കർത്താവും ഒരേ ദൈവവും ഉള്ളവരും ഒരേ ആത്മാവിനാൽ സ്നാനപ്പെട്ടവരും ഒരേ ആത്മാവിനെ അനുഭവിക്കുന്നവരും ഒന്നു തന്നെ വിശ്വസിക്കുന്നവരുമായ ഒരു കൂട്ടമാണ് കർത്താവിൻ്റെ ജനം. ഈ ലോകത്തിലെ ജീവനും അത് നൽകുന്ന ആകർഷകത്വവും വേറൊന്നാണ്. അതും കർത്താവിൻ്റെ ജീവനും തമ്മിൽ യാതൊരു സദൃശ്യവുമില്ല. അത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. നമ്മളെ പലപ്പോഴും കൂടുതൽ ആകർഷിക്കുന്നത് ഈ ലോകത്തിലെ മഹത്വവും ഈ ലോകത്തിലെ ആളുകളുടെ നല്ല അഭിപ്രായവും ഈ ലോകത്തിലെ സക്സസ്സും ഒക്കെയാണ്. എന്നാൽ ദൈവം നോക്കുന്ന ജീവിതം വേറൊന്നാണ്. അത് ക്രിസ്തുവിൽ മാത്രം തികഞ്ഞു വരുന്ന ജീവിതമാണ്. പിതാവ് നോക്കുമ്പോൾ പുത്രൻ മാത്രമേ ഉള്ളൂ പെർഫെക്റ്റായിട്ട്. നമ്മളെല്ലാം പിന്നെ പെർഫെക്റ്റായി എണ്ണപ്പെടുന്നത് പുത്രനുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളൊന്നും ഒരിക്കലും ക്വാളിഫൈഡ് അല്ല. വി ആർ ക്വാളിഫൈഡ് ഓൺലി ബിക്കോസ് വി ആർ ഇൻ ദ സൺ. അവനിൽ ഉള്ളത് കൊണ്ട് മാത്രം, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നമ്മളുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷെ ഇതൊരു കാര്യമുണ്ട്, യേശുക്രിസ്തുവിൽ ഇല്ലാത്തവർ, അതായത് വിശ്വസിക്കാത്തവർ, വീണ്ടും ജനനം പ്രാപിക്കാത്തവരെ സംബന്ധിച്ച് ഈ പറയുന്നതെല്ലാം ദൂരെ നടക്കുന്ന ഏതോ ഒരു ഡ്രാമ പോലെ തോന്നുള്ളൂ, ഒരു കഥ പോലെ തോന്നും. അത് ജീവിതത്തിൽ അനുഭവമായി ഒരു ഞരക്കമായി തോന്നണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അവൻ്റെ ആത്മാവ് വേണം. നമ്മുടെ ഉള്ളിൽ അവൻ്റെ ജീവൻ, ആത്മാവ് ജീവനെ ഉളവാക്കിയെങ്കിൽ മാത്രമേ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ മക്കളായി മാറുക എന്നുള്ളതാണ് ഈ വേർതിരിവ് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. വി നീഡ് ടു ബി ചിൽഡ്രൻ ഓഫ് ഗോഡ്. ആ ദൈവത്തിൻ്റെ പുത്രത്വം അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ ചുരുക്കമായിട്ട് ഞാൻ ഈ ഒരു സെഷനിൽ ഒന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം വലിയ വലിയ കാര്യങ്ങൾ വചനത്തിലുണ്ട്, അതെല്ലാം ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ തുടക്കം എന്ന് പറയുന്ന ഒരു വളരെ ചെറിയൊരു ബിഗിനിങ് ആണ്. ആ തുടക്കം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പലപ്പോഴും ഒരാളോട് രക്ഷയെക്കുറിച്ച് പറയുമ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാക്യം റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണ്. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും പിതാവ് കർത്താവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഈ വാക്യമാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് വളരെ ഇന്നാഡിക്വേറ്റ് ആണ്. അതല്ല രക്ഷയ്ക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട വാക്യം. ആ വാക്യം ശരിയാണ്, പക്ഷെ അത് പോരാ. കാരണം ആ വാക്യം മാത്രം പോരാ. അതിൻ്റെ കാരണം യേശുക്രിസ്തുവിനെ കർത്താവെന്ന് ഏറ്റു പറയുന്ന എല്ലാവരും സ്വർഗത്തിൽ പോവില്ല എന്ന് ബൈബിൾ പറയുന്നുണ്ട്. എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനും അല്ല. അപ്പം അത് മാത്രം കൊണ്ട് കാര്യമില്ല. യേശുക്രിസ്തു മരിച്ചവരുടെ നിന്ന് പിതാവ് അവനെ എഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നതും ഒത്തിരി പേരുണ്ട്. സാത്താന് വരെ അതറിയാം, അതുകൊണ്ടും കാര്യമില്ല. ഇത് രണ്ടും ബുദ്ധി കൊണ്ട് അംഗീകരിച്ചിട്ട് കാര്യമില്ല. ഈ 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ശരിക്കും വീണ്ടും ജനനത്തെക്കുറിച്ചോ രക്ഷയെക്കുറിച്ചോ പഠിപ്പിക്കുന്ന വാക്യമല്ല. അത് വിശ്വാസത്താലുള്ള നീതിയെക്കുറിച്ച് പറയുന്ന വാക്യമാണ്.
രക്ഷയെക്കുറിച്ചുള്ള വാക്യം ശരിക്കും യോഹന്നാൻ 1:12. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അവകാശം കൊടുത്തു. അത് രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അതുപോലെ നിക്കോദമോസിനോട് പറയുന്ന ഭാഗം, നീ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. മാനസാന്തരം, വീണ്ടും ജനനം, ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ അനേകം വാക്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. കാരണം വീണ്ടും ജനനം എന്ന ആ ഒരു കാര്യം ഏറ്റവും വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷമാണ്. റോമാലേഖനം 10-9 വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാൻ നിങ്ങൾ റോമാലേഖനം 9:30 മുതൽ 10:10 വരുന്നു ഒറ്റ ഇരിപ്പിനൊന്ന് വായിച്ചാൽ മതി. 9:30 മുതൽ 10:10 വരെ എവിടെയെങ്കിലും ഇരുന്ന് സ്വസ്ഥമായിട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്താണ് റോമാലേഖനം 10:9. അത് ശരിക്കും യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്താലുള്ള നീതീകരണം എങ്ങനെ സംഭവിക്കുന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ്. എന്നാൽ എനിക്ക് ക്രിസ്തുവിൻ്റെ ജീവൻ വേണമെന്നും അവനെ കൈക്കൊള്ളണം. അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ കൈക്കൊള്ളുക, അവൻ എന്നിൽ വസിക്കുക, അവൻ്റെ ജീവൻ ഞാൻ പ്രാപിക്കുക. ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത് ഒരു ജീവൻ പ്രാപിക്കലാണ്. നമുക്കൊരു പുതിയ ജീവൻ. പലപ്പോഴും നമുക്ക് തോന്നിയിട്ടില്ലേ, ഒന്നും കൂടെ ചെറുപ്പം തൊട്ടേ ജനിക്കുമായിരുന്നെങ്കിൽ, ഒന്നും കൂടെ സ്കൂളിൽ പോകുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലപോലെ പഠിക്കാമായിരുന്നു, കുറച്ചുകൂടെ നല്ലൊരു ജോലി വാങ്ങിക്കാമായിരുന്നു, ഉഴപ്പിത്തിരിഞ്ഞ് നടക്കണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നും കൂടെ ഒരു കൊച്ചാവാൻ പറ്റുമായിരുന്നെങ്കിൽ, എല്ലാത്തിനും കുറച്ചുകൂടെ നല്ല മാർക്കോടെ പഠിച്ച് പാസ്സായി നല്ലൊരു ജോലിയിലൊക്കെ ഇരുന്ന് ശമ്പളം വാങ്ങിക്കാമായിരുന്നു, കഷ്ടപ്പെടണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഈ ജീവിതം ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ? അങ്ങനെ എല്ലാം ക്യാൻസൽ ചെയ്ത് ഒന്നും കൂടെ തുടങ്ങുന്നതിനെയാണ് ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത്. പക്ഷെ തുടങ്ങുന്നത് ഇവിടുത്തെ ലൈഫ് അല്ലെന്നേ ഉള്ളൂ. തുടങ്ങുന്നത് ഒരു സ്വർഗീയമായ ദൈവത്തിൻ്റെ മകൻ എന്നുള്ള സ്റ്റാറ്റസിലുള്ള ഒരു പുതിയ ജീവനാണ്. അതിനെയാണ് നമ്മൾ വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇപ്പം വീണ്ടും ജനനത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് പഴയതിൻ്റെ ഉപേക്ഷണമാണ്. ഈ പഴയതിനെ നന്നാക്കാൻ നോക്കുന്നിടത്ത് പുതിയ ജീവിതം ഉണ്ടാകേണ്ട കാര്യമില്ല. പഴയത് നന്നാക്കിയാൽ മതി. അതല്ല വീണ്ടും ജനനം. പഴയതിനെ വിട്ട് കളയുന്നതാണ് വീണ്ടും ജനനം. പണ്ട് എനിക്കൊരു അബദ്ധം പറ്റി. ഞാനൊരു ദിവസം രാത്രി ഉറങ്ങാൻ നേരത്ത് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പം ഞങ്ങൾ ഉറങ്ങുന്ന റൂമിൽ ഒരു ബക്കറ്റിനകത്ത് ഒരു കപ്പ് ഇരിപ്പുണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് ഇരിക്കുന്ന കപ്പായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു രാത്രിയാണ് ഉറങ്ങാൻ പോവാം, അതിനകത്ത് വെള്ളമൊന്നും ഇല്ലായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ആ മൊബൈൽ ഫോൺ ആ കപ്പിനകത്ത് വെച്ചു, ചാർജർ ഓണാക്കി, കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് വെള്ളത്തിനകത്ത് മുക്കിയാണ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം. അതിൻ്റെ കഥ അതോടെ കഴിഞ്ഞു. രാവിലെ എടുത്തുകൊണ്ട് പോയി ഡോക്ടറെ കാണിച്ചപ്പം, അവരുടെ സെൽ ഡോക്ടറെ കാണിച്ചപ്പം പുള്ളി പറഞ്ഞു, വെള്ളത്താൽ ഇങ്ങനെ ഡാമേജ് വന്നാൽ നന്നാക്കാൻ പറ്റില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? അത് കളഞ്ഞിട്ട് പുതിയത് വാങ്ങിക്കാനേ പറ്റുള്ളൂ. ശരിക്കും വീണ്ടും ജനനം ഇങ്ങനെയാണ്. നമ്മൾ കർത്താവിൻ്റെ നീതിയെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും സുവിശേഷമൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇതും കൊണ്ട് നടക്കുക. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള റിസോഴ്സ് കൊണ്ട് ആ പരിപാടി നടക്കുകയില്ല. ആ നടക്കുകയില്ല എന്ന് തോന്നുന്നതിനെയാണ് നമ്മൾ മാനസാന്തരം എന്ന് പറയുന്നത്. എൻ്റെ ജീവിതം കൊണ്ട് ഈ സുവിശേഷത്തിൽ കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ളതിൻ്റെ നിസ്സഹായാവസ്ഥയാണ് എൻ്റെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. ഐ ആം നോട്ട് വർതി, ഐ ആം അൺഎബിൾ ടു ഫുൾഫിൽ ദിസ്. എനിക്കിത് പറ്റില്ല. അത് തിരിച്ചറിയുമ്പം, സാധാരണഗതിയിൽ തിരിച്ചറിയുമ്പോൾ എന്നാൽ പിന്നെ നമുക്ക് പറ്റുന്ന കാര്യം ചെയ്യാം എന്നായിരിക്കും സാധാരണ ജീവിതത്തിൽ മനുഷ്യൻ നോക്കുന്നത്. പക്ഷെ ഇവിടെ അത് പറ്റത്തില്ല. കാരണം നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അതനുസരിച്ചേ പറ്റൂ, അല്ലെ നമ്മൾ നരകത്തിൽ പോകും. അപ്പോൾ അനുസരിച്ചേ പറ്റൂ, അനുസരിക്കാനുള്ള കഴിവ് എനിക്കില്ലതാനും. അത് ഞാൻ തിരിച്ചറിയുന്നതാണ് ശരിക്കുള്ള മാനസാന്തരം. അപ്പം പിന്നെ എൻ്റെ കഴിവിലേക്ക് ഞാൻ നോക്കുന്നില്ല, എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനിലേക്കാണ് എൻ്റെ ശ്രദ്ധ തിരിയുന്നത്. അവിടെയാണ് രക്ഷയ്ക്കായുള്ളൊരു നിലവിളി എൻ്റെ ഉള്ളിൽ ആദ്യമായി ഉണ്ടാകുന്നത്. കർത്താവേ എന്നെ രക്ഷിക്കണേ എന്നുള്ളൊരു നിലവിളി. അതുണ്ടാകണമെങ്കിൽ സുവിശേഷത്തിലൂടെയുള്ള നീതി നമുക്ക് മനസ്സിലാകണം. ഞാൻ അതിന് കൊള്ളുന്നവനല്ല എന്നെനിക്ക് മനസ്സിലാകണം. ഞാൻ പാപിയാണെന്ന് എനിക്ക് മനസ്സിലാകണം. ഈ പരിജ്ഞാനം ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൻ്റെ കേൾവിയാൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുമ്പോഴാണ്
നമ്മുടെ ഉള്ളിൽ വീണ്ടും ജനനം അനുഭവം ഉണ്ടാകുന്നത്. ശരിക്കും അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ കർത്താവിനോട് യാചിക്കുമ്പോൾ, ആ ബ്രോക്കൺനെസ്സിൽ ഇന്ന് സംഭവിക്കുന്ന വേറൊരു അപകടം എന്ന് പറഞ്ഞാൽ, നമ്മൾ എവിടെയെങ്കിലും കൂടിയിരുന്നിട്ട് ഒരാളുടെ സുവിശേഷം പറഞ്ഞോ, ഇങ്ങനെ ചോദിക്കും, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന് വിശ്വാസമുണ്ടോ? ഉണ്ട്. നിങ്ങൾ പാപിയാണെന്ന് വിശ്വാസമുണ്ടോ? ഉണ്ട്. അപ്പം പിന്നെ ഒരു പ്രാർത്ഥന ഏറ്റു വിളിക്കും, ഞാനൊരു പാപിയായിരുന്നു, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ഞാൻ വിശ്വസിക്കുന്നു, സ്തോത്രം, എനിക്ക് പുതിയ ജീവൻ തന്നതിനായിട്ട് സ്തോത്രം, ആമേൻ. ആൾ രക്ഷിക്കപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. മാനസാന്തരം ഉണ്ടായിട്ടില്ല, പുതിയ ജീവന് വേണ്ടിയുള്ള ദാഹം ഉണ്ടായിട്ടില്ല, യേശുക്രിസ്തുവിൻ്റെ ജീവൻ ഉള്ളിൽ വന്നതായിട്ട് വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ യാചിക്കുമ്പോൾ, കർത്താവെ എന്നെ രക്ഷിക്കണേന്ന് യാചിക്കുമ്പോൾ, കർത്താവ് നിശ്ചയമായും അതാണ് വാഗ്ദത്തം, അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുത്തനും ലജ്ജിച്ച് പോവുകയും അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനെയും രക്ഷിക്കാൻ കർത്താവ് ശക്തനാണ്. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനെ രക്ഷിക്കാൻ അവൻ ശക്തനാണ്. അപ്പൊ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് ഉറപ്പുണ്ട്, ഞാൻ അവനെ വിളിച്ച് രക്ഷയ്ക്കായി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഉറപ്പായിട്ടും അവൻ്റെ വാഗ്ദത്തം എന്നെ രക്ഷിക്കും. ഒരു അഷുറൻസ് ആണ്. അവിടെയാണ് നമ്മൾ ഏറ്റു പറയുന്നത്, അവൻ എൻ്റെ കർത്താവാണെന്നും അവൻ പുനരുത്ഥാനം ചെയ്ത കർത്താവാണെന്നും. കൺഫെഷന് അവിടെ മാത്രമേ വാല്യൂ ഉണ്ടാവുന്നുള്ളൂ. ഓൺലി ഇഫ് യു റിസീവ് ക്രൈസ്റ്റ് ഇൻ ടു യുവർ ലൈഫ്, അത് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ. ദൈവം നമുക്ക് വചനത്തിൻ്റെ കേൾവിയാൽ ദാനമായി നൽകുന്ന ആ വിശ്വാസമാണ് നമുക്ക് രക്ഷയിലേക്ക് നമ്മളെ നയിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവപ്പെട്ടിട്ടില്ലെങ്കിൽ, ഞാൻ ഇതിനിടയിൽ ഈ സമയമെടുത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ യേശുവിനെ ഞാൻ കൈക്കൊണ്ടു എന്ന് ബോധ്യമില്ല, അവൻ്റെ ജീവൻ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് ഉറപ്പില്ലെങ്കിൽ, അതെങ്ങനെ സംഭവിക്കുന്നത് ഞാനൊരു ചെറിയ ഇല്ലസ്ട്രേഷൻ കൂടെ നിങ്ങളോട് കാണിക്കും. ഏദൻ തോട്ടത്തിൽ ആദം പാപം ചെയ്യുമ്പോൾ അവന് 3 തരത്തിലാണ് അവനെ അത് ബാധിച്ചത്. നമുക്കറിയാം, ആത്മാവിനെയും അവൻ്റെ ദേഹത്തെയും അത് ബാധിച്ചു. ആത്മാവ് ദൈവവുമായി ഇടപെടാനുള്ള അവൻ്റെ, മനുഷ്യാത്മാവിനെ കുറിച്ച് ഞാൻ പറയുന്നത്, ദൈവവുമായി ഇടപെടാനുള്ള അവൻ്റെ ഫാക്കൽറ്റി ആയിരുന്നു അവൻ്റെ ആത്മാവ്. അപ്പൊ ദൈവം അവനോട് ഇടപെട്ടുകൊണ്ടിരുന്ന ആത്മാവിലൂടെയാണ്. ഓക്കെ, അപ്പൊ പഴം തിന്നതോടുകൂടി ആത്മാവും മരിച്ചു എന്ന് പറഞ്ഞാൽ, ആത്മാവുണ്ട് പക്ഷെ അത് ഫങ്ഷൻ ചെയ്യുന്നില്ല, അതിന് ജീവനില്ല. ആത്മാവിൻ്റെ ജീവനില്ലാത്ത അവസ്ഥയാണ് ശരിക്കും പാപാവസ്ഥ എന്ന് പറയുന്നത്. അവൻ വീണ്ടും ജനിച്ചിട്ടില്ല. ഇനി അവൻ വീണ്ടും ജനിക്കണമെങ്കിൽ ഈ ആത്മാവിലേക്ക് പോയ ജീവൻ മടങ്ങി വരണം. അങ്ങനെ ആത്മാവ് പിന്നെയും വരുമ്പോഴാണ്, നമുക്കതൊരു എക്സാമ്പിളായിട്ട് കണ്ടാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയാൽ, ഒരു മെഴുകുതിരി നമ്മൾ കത്തിച്ച് വെച്ചാൽ അത് അണഞ്ഞു പോകുന്ന അവസ്ഥയാണ് ആത്മാവിൻ്റെ മരണം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ, ആത്മമരണം എന്ന് വിചാരിച്ചാൽ, വേറൊരു തിരി കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ വെച്ച് അതിനെ കത്തിക്കുന്നതിനെയാണ് ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും നമ്മുടെ മേൽ ഊതുകയും, ആദ്യം ഒന്ന് ഊതിയതാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വീണ്ടും ഊതുകയും, അതാണ് വലിയ കാറ്റടിക്കുന്ന പോലെ എന്ന് കിടക്കാണ്. ഊതിയാൽ വീണ്ടും എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ആത്മാവിലേക്ക് ആ ജീവശ്വാസം, ദൈവത്തിൻ്റെ കാറ്റ്, ന്യൂമ പ്രവേശിക്കുകയും നമ്മുടെ ആത്മാവ് ജീവനുള്ളതായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനാലുള്ള വീണ്ടും ജനനം, ഉയരത്തിൽ നിന്നുള്ള വീണ്ടും ജനനം, ദൈവം നമ്മുടെ മേൽ അയക്കുന്ന ആത്മാവിനാൽ നാം പുതിയ ഒരു സൃഷ്ടിയായി മാറുന്നതിനെ കുറിച്ചാണ് ഈ വചനം നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ മെഴുകുതിരി കത്തി, രണ്ടാമത് കത്തി. പക്ഷെ പ്രോബ്ലം എന്താണെന്നറിയോ? നമ്മുടെ ശക്തി അതിനെ ആശ്രയിച്ചാൽ ഈ മെഴുകുതിരി പിന്നെ അണഞ്ഞു പോകും. കാരണം നമ്മുടെ കയ്യിലിരിപ്പ് അത്ര നല്ലതൊന്നുമല്ല. നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വാസം ഇല്ലാത്തതിനാൽ പലപ്പോഴും ജഡത്തിനാണ് ആധിപത്യം. ആ ചത്തുപോയ ആ പ്രേതമാണ് നമ്മളെ, ചത്തുപോയ പ്രേതം ഏതാ? നമ്മുടെ പഴയ പ്രകൃതം. പക്ഷെ അതാണ് നമ്മളെ ഭയപ്പെടുത്തി മരണമെന്ന പേടി കൊണ്ടുവന്നിട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ഈ തിരി അണഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. പുതിയ ജീവൻ. അത് അണഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് ഈ തിരിയോട് ചേർത്ത് വസിക്കുന്നു. എന്തിനു വസിക്കുന്നു? ഈ ജീവൻ തുടർച്ചയായി നമ്മൾ അനുഭവിക്കാൻ വേണ്ടി, അണഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ജീവൻ നിലനിൽക്കുന്നതിന് കാരണം നമ്മളിങ്ങനെ ശക്തിയിൽ നിൽക്കുന്നതല്ല, അവൻ്റെ ആത്മാവ് നമ്മളിൽ അധിവസിക്കുന്നതുകൊണ്ടാണ്. ആത്മാവ് നമ്മളിൽ അധിവസിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവൻ നിലനിൽക്കില്ല. ആത്മാവാണ് ആ ഉയരത്തിൽ നിന്നുള്ള ജീവനെ നമുക്ക് തരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പുനഃസൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ യേശുവിൻ്റെ സ്വരൂപത്തിലേക്ക് ദൈവം കൈപ്പണിയായി പണിയുന്ന ഒരു പുതിയ മനുഷ്യനായിട്ട് മാറുകയാണ്. ദൈവം അന്ന് കൈപ്പണിയായിട്ടാണ് പണിതത് ഏദൻ തോട്ടത്തിൽ. അതുപോലെ തന്നെ എഫേസ്യർ 2:9-10 നമ്മൾ വായിക്കാൻ പറയുന്നു. വായിക്കാമോ? 9-10. നാം
അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അപ്പോൾ ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ മണ്ണിനാൽ, ഈ ഭൂമിയിൽ മണ്ണിനാൽ മെനഞ്ഞുണ്ടാക്കി സൃഷ്ടിക്കപ്പെട്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു ആദമിന്. അവൻ്റെ സന്തതികളായിരുന്നു നമ്മൾ. എന്നാൽ നമ്മളിൽ ഓരോരുത്തരിലും ക്രിസ്തുവിൻ്റെ കൈപ്പണിയായി നമ്മുടെ ഉള്ളിൽ വരുന്ന ആത്മാവ് ദൈവത്തിൻ്റെ കൈപ്പണിയായി നമ്മുടെ ഉള്ളിൽ നടത്തുന്ന ഒരു സൃഷ്ടിയാണ് ഈ പുതിയ മനുഷ്യൻ്റെ സൃഷ്ടി. അത് സൽപ്രവൃത്തികൾ ചെയ്യാൻ ശക്തിയുള്ള ഒരു പുതിയ മനുഷ്യനെ നമ്മുടെ ഉള്ളിൽ ആത്മാവ് സൃഷ്ടിക്കുന്നതിനെയാണ് ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് വീണ്ടും ജനിച്ചു എന്ന്? അവരുടെ ആത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ്. വീണ്ടും ജനിച്ചവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവിനെ ലഭിക്കുകയുള്ളൂ. അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് പുത്രത്വത്തിൻ്റെ ആത്മാവാണ്. നിങ്ങൾക്ക് സകലത്തെ സൃഷ്ടിച്ച ദൈവം നിങ്ങളുടെ സ്വന്തം പിതാവാണ് എന്ന് തോന്നിപ്പിക്കുന്നത് ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാക്ഷ്യമാണ്. അത്രയും വലിയൊരു പിതാവിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറുന്ന അനുഭവത്തെയാണ് വീണ്ടും ജനനമെന്ന് പറയുന്നത്. ഇത് പ്രാപിക്കാൻ എന്താ ചെയ്യേണ്ടത്? യോഹന്നാൻ പറയാണ് രക്തത്തിൽ നിന്നല്ല എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും വിശ്വാസി ആയതുകൊണ്ട് മക്കള് വിശ്വാസിയാകത്തില്ല. 2, ജഡത്തിൻ്റെ തീരുമാനമല്ല. അത് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങാണ്. കാരണം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് രക്ഷയെക്കുറിച്ചൊരു സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇന്ന് തീരുമാനം എടുക്കാതെ ഇവിടുന്ന് പോകരുത്. ജഡം എത്ര തീരുമാനം എടുത്താലും ജനിക്കാൻ പറ്റില്ല. തീരുമാനമെടുത്ത് മക്കളായ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ ജനിച്ചതാണോ നിങ്ങളുടെ വീട്ടിൽ? ആണെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾ തീരുമാനിച്ചായിരുന്നു ഇന്നാരുടെ മകളായിട്ട് ജനിക്കണം, അല്ലെ മകനായിട്ട് ജനിക്കണം, ഇന്ന വീട്ടിൽ ജനിക്കണം. തീരുമാനം എടുത്താണോ ജനിച്ചത്? അപ്പൊ ജഡത്തിന്റെ ഇഷ്ടപ്രകാരം അല്ല ജനിക്കുന്നത്, അല്ലേ? അപ്പൊ ജഡത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ പുത്രനാവാൻ പറ്റുമോ? ഞാൻ ഇന്നു മുതൽ ദൈവത്തിന്റെ പുത്രനാണ്, അങ്ങനെയാണ്. അതിലും ഞാൻ ഇന്നു മുതൽ ബിൽ ഗേറ്റ്സിന്റെ മകനാണ് എന്ന് പറഞ്ഞാൽ ആവുമോ? ബിൽ ഗേറ്റ്സിന്റെ മകൻ ഉണ്ടാവണേ ആര് തീരുമാനിക്കണം? അത്രയേ ഉള്ളൂ. ദൈവത്തിന് മക്കളുണ്ടാവണമെങ്കിൽ ആരാലേ തീരുമാനിക്കപ്പെടുള്ളൂ? നമ്മുടെ തീരുമാനത്താൽ വരികയല്ല. അത് വലിയൊരു മണ്ടത്തരമാണ്. കുറെ ആൾക്കാർ തീരുമാനം എടുത്ത് കൈപൊക്കി രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കണം. കർത്താവെ, ഞാൻ വോൺ ഔട്ടാണ്, എന്നെ കൊണ്ട് പ്രയോജനമില്ല, എനിക്ക് നിന്റെ നീതി ഒന്നും പൂർത്തീകരിക്കാൻ പറ്റില്ല, എൻ്റെ ജഡം പാപവും മരണത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. കർത്താവെ, നീ എന്നെ രക്ഷിക്കണേ എന്ന് നിങ്ങൾ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഡെസ്പറേഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ മാനസാന്തരം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ നിലവിളി നിങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ദൈവം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിട്ടുണ്ട്. അത് വിശ്വാസത്താലാണ് നമ്മൾ പ്രാപിക്കുന്നത് ആ വീണ്ടും ജനനം. അവനെ വിളിച്ചപേക്ഷിച്ച് എല്ലാവരും. അപ്പം നിങ്ങൾക്ക് ഇത്രയും നാളായിട്ടും വീണ്ടും ജനിച്ചാണെന്ന് സംശയം ഉണ്ടെങ്കിൽ ഒറ്റ പണി ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? കർത്താവെ, എന്നെ രക്ഷിക്കണേന്ന് നിലവിളിച്ചാൽ മതി. അവൻ ആ പ്രാർത്ഥനയെ ബൈപ്പാസ് ചെയ്യില്ല എന്നൊരു പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇഫ് യു വാണ്ട് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ജീവൻ എനിക്ക് വേണമെങ്കിൽ അത് കൈക്കൊള്ളുക. അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞത് അവൻ്റെ ജീവനെ കൈക്കൊള്ളുക, അവൻ്റെ ആത്മാവിനാൽ പുതിയൊരു ജീവനായി മാറുക. അപ്പം നിങ്ങൾ ചോദിക്കും, ഇത്രയൊക്കെ അറിഞ്ഞാലും ഒരാൾ വീണ്ടും ജനിക്കുള്ളൂ? അങ്ങനെ നിർബന്ധമില്ല. ഇങ്ങോട്ടാ ജനിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതൊന്നും അറിയാത്ത സമയത്താണ് ഞാൻ വീണ്ടും ജനിച്ചത്. പക്ഷെ പിന്നെ മനസ്സിലായത് ഇതിങ്ങനെ സംഭവിക്കുന്നെന്നുള്ള കാര്യം. രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലും അല്ല. എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ പുരുഷൻ തീരുമാനിച്ചു, ഞങ്ങളെല്ലാവരും ക്രിസ്ത്യാനികളാണ്. പണ്ടുകാലത്ത് അങ്ങനെ തീരുമാനിക്കാമായിരുന്നു, ഞങ്ങളെല്ലാം യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞാൽ അതങ്ങനെ സേവിച്ചാൽ മതിയായിരുന്നു, എക്സ്റ്റേണൽ ആയിരുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ പുരുഷൻ തീരുമാനിച്ചിട്ട് കാര്യമില്ല, അവനവൻ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് വ്യക്തിപരമായി ഇത് കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട് മാത്രമേ പ്രയോജനമുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നലെയും ഇന്നും കേട്ടതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങളുടെ ആത്മാവിനാൽ വീണ്ടും ജനിച്ചവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും ഈ ആത്മാവ് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ധനം നിങ്ങൾക്ക് തുറന്നു തന്നുകൊണ്ടേയിരിക്കും. വിശ്വാസ ജീവിതത്തിൻ്റെ ആനന്ദത്തിലേക്ക് നിങ്ങൾ നയിക്കപ്പെടും. വീണ്ടും ഭയപ്പെട്ടു പോകേണ്ടതിന് അടിമത്തത്തിൻ്റെ ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ നമുക്ക് അവകാശം തരുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. ആത്മാവിനെ പ്രാപിച്ചവർ അവൻ നടന്ന അതേ നടപ്പ് നടക്കേണ്ടതാകുന്നു. അത് വിശ്വാസത്താൽ മാത്രമേ സാധിക്കുള്ളൂ. ദാറ്റ്സ് വൈ ഫെയ്ത്ത് ഈസ് സോ പ്രഷ്യസ്. അതുകൊണ്ടാണ് വിശ്വാസം അമൂല്യമായ ഒരു ധനം ആയി മാറിയിരിക്കുന്നത്. നമ്മൾ ആരാൽ ജനിച്ചവരാണ്? ദൈവത്താൽ ജനിച്ചവരാണ്. ദൈവത്താൽ ജനിച്ചവർ ആരുടെ മക്കളാണ്? ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ വലിയ അവകാശികളാണ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളുമാണ്. അങ്ങനെയാണ് നമ്മൾ ഇത്രയും ധനത്തിന്റെ ഉടമകളായി മാറിയത്. പക്ഷെ നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത് ദരിദ്രന്മാരെ പോലെയാണ്. പണ്ട് കോഴിക്കോട് അടുത്തൊരു മാർക്കറ്റിൽ എൻ്റെ അങ്കിള് പറഞ്ഞ കഥയാണ്. ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ആ അമ്മച്ചിയുടെ പേരിലായിരുന്നു
ആ മാർക്കറ്റിലെ സ്വത്ത് മുഴുവൻ. ആ അമ്മച്ചിക്ക് അതൊന്നും അറിയാൻ മേല. എല്ലാ ദിവസവും രാവിലെ പോയി, ആ അമ്മച്ചിയുടെ പേരിലൊരു സിനിമ വരെ ഇറക്കിയിട്ടുണ്ട് പിന്നീട്. എല്ലാ ദിവസവും രാവിലെ പോയി ഇവര് ഈ കടക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും. ഒരു ദിവസം അമ്മച്ചി അവിടെ കിടന്ന് തന്നെ ചത്തുപോയി. ഒത്തിരി സമ്പത്തുള്ള ആളാണ്, പക്ഷെ അവർക്ക് അറിയാൻ മേല ഇത് ഇവരുടെ ആണെന്ന് അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു ഭിക്ഷയായി ജീവിക്കാൻ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ഭയങ്കരമായ ധനമാണ് നമ്മൾ മനസ്സിലാക്കാതെ, എന്നിട്ട് നമ്മൾ പറയാം എൻ്റെ കയ്യിൽ അവനെ സ്നേഹിക്കാനുള്ളതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ വെറും ദരിദ്രരെ പോലെ പൊട്ടന്മാരെ പോലെ ജീവിക്കുകയാണ്. അപ്പൻ ഉള്ളവർക്ക് വലിയ അവകാശത്തിൻ്റെ ധനമാണ് സൗജന്യമായിട്ട് അവൻ തരുന്നത്. ഇത്രയും വലിയ ധനം നമുക്കുണ്ട് എന്ന് നമുക്ക് അറിയത്തില്ല. അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? കണ്ണ് തുറക്കണം. ഈ കണ്ണ് തുറക്കും. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമുക്ക് ശരിക്കും സംഭവിക്കുന്ന കണ്ണ് തുറക്കലാണ്, അല്ലെ? ഹൃദയം തുറന്നു. ഹൃദയം തുറക്കുമ്പോൾ കാണാം, എന്ത് ഭയങ്കര ബ്ലെസ്സിങ്സാണ്. കർത്താവെ, നീ തന്ന അനുഗ്രഹങ്ങൾ എത്ര അൺകൗണ്ടബിൾ, എത്ര ഇമ്മെഷറബിൾ, എത്ര അളവില്ലാത്തത്, എത്ര ആഴമുള്ളത്, എനിക്ക് ഗ്രഹിക്കാൻ പോലും പറ്റാത്തത്ര ആഴമുള്ളത്. എപ്പോഴാണ് കാണുന്നത്? കണ്ണ് തുറക്കുമ്പോഴാണ് നമ്മൾ എൻ്റെ എന്ത് വലിയ ധനത്തിലേക്കാണ് ദൈവമേ നീ എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ എഫെസ്യ ലേഖനത്തിലൊരു പ്രാർത്ഥന തന്നെ അതിനു വേണ്ടിയാണ്. അപ്പൊ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടെടുക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ട്. എഫെസ്യ ലേഖനത്തിലെ പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവെ അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്, അല്ലേ? ആ വാക്യം ഒന്ന് വായിച്ചേ. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിച്ചേ. 16-ഉം 17-ഉം വാക്യങ്ങൾ. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നറിയോ? കർത്താവെ, ഇന്നാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇന്നാരുടെ വീട്ടിൽ ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒക്കെ നല്ല കാര്യമാണ്, നടക്കട്ടെ. പക്ഷെ ശരിക്കും എഫെസോസിലെ സഭയ്ക്ക് വേണ്ടി പൗലോസ് എന്താ പ്രാർത്ഥിച്ചെന്നറിയോ? വായിച്ചേ. മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന്. ഓക്കെ, അപ്പൊ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് എല്ലാവർക്കും എന്തു വേണം? ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ വേണോ? ഈ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ എങ്ങനെ വേണം? ഏത് രീതിയിൽ വേണം? ദൈവത്തിൻ്റെ തൊട്ടുമ്പോ എന്താ വായിച്ചത്? ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ, അങ്ങനെയല്ലേ വായിച്ചത്? അപ്പൊ ഓരോ ജ്ഞാനവും വെളിപ്പാടും നമ്മൾ എങ്ങോട്ട് നയിക്കണം? ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലേക്ക് നയിക്കണം, അല്ലേ? അല്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം, ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു എയ്റോപ്ലെയിൻ കണ്ടു, നിങ്ങൾ ഫോറിനിൽ പോകുന്നത് കണ്ടു, അങ്ങനെ അതൊന്നുമല്ല. അതൊന്നും ദൈവത്തിൻ്റെ പരിജ്ഞാനമല്ല, അതൊക്കെ ലോകത്തിൻ്റെ പരിജ്ഞാനം. ആ വെളിപ്പാട് കൊണ്ട് ഒരു കാര്യമില്ല. ആ പ്ലെയിൻ എങ്ങാനും തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ വെളിപ്പാടുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. ദൈവത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് വേറെ കാര്യമാണ്. അത് നമുക്ക് വെളിപ്പാടായിട്ട് മാത്രമേ ലഭിക്കുള്ളൂ, ലോകത്തിൽ നിന്ന് ലഭിക്കില്ല. ലോകത്തിൽ നിന്ന് ലഭിക്കാത്ത ഒത്തിരി അറിവുകൾ നമുക്ക് എവിടെ നിന്ന് ലഭിക്കും? ആത്മാവിൻ്റെ വെളിപ്പാടായി ലഭിക്കും. അപ്പൊ നമുക്ക് ലഭിക്കുന്ന വെളിപ്പാട് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലുള്ളതായിരിക്കണം. അങ്ങനെ വരുന്നത് മാത്രമേ നമ്മൾ ഈ സഭയിലൊക്കെ പറയാവുള്ളൂ. ഈ കാണുന്ന സ്വപ്നമെല്ലാം വെളിപ്പാടാന്ന് പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ അത് വലിയ പുരുവാനായിട്ട് മാറും. മനസ്സിലായോ? അത് യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലുള്ളതാണെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനം ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു വെളിപ്പാട് നമുക്ക് എല്ലാവർക്കും കിട്ടണം വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഓർക്കണം. കർത്താവെ, അവർ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കാൻ കാരണം നമുക്ക് ആരെക്കുറിച്ച് ഒരു ഭാരമുണ്ട്. ആ അകക്കണ്ണ് തുറന്നു കൊടുക്കാത്തതുകൊണ്ടാണ്. എൻ്റെ കർത്താവെ, അതൊന്ന് ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിട്ട് എന്താണ് ശരിക്കുള്ള ധനമെന്ന് അവരെ ഒന്ന് കാണിച്ചു കൊടുക്കണം. യേശുവിൻ്റെ പരിജ്ഞാനം എന്താണെന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. നല്ല പ്രാർത്ഥനയല്ലേ? അവർക്ക് എന്താ ഒരു ജോലി കൊടുക്കണേ, വീട് കൊടുക്കണേ, കാർ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നേക്കാൾ എത്രയോ നല്ലതല്ലേ ഇത്? അടുത്ത വാക്യം നോക്കി. അതും പ്രാർത്ഥിക്കണം കേട്ടോ, പക്ഷെ ഇതാണ് പ്രധാനം. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ. അപ്പൊ വിളിച്ചവർക്കെല്ലാം എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരാശ കൊടുത്തിട്ടുണ്ട്. നമ്മളിന്ന് ആൾക്കാരെ എങ്ങനെ വിളിക്കുന്നത്? മോഹങ്ങൾ കൊടുത്താ വിളിക്കുന്നത്, അല്ലേ? ഇന്ന് കൺവെൻഷൻ ഗ്രൗണ്ടിൽ എല്ലാം പ്രസംഗിക്കും, പറയും എന്ത് കൊടുത്താ വിളിക്കുന്നത്? മോഹങ്ങൾ, ആശകൾ. ഇന്നത്തെ ആശകൾ വേറെയാ. എഫെസ്യർ 4:4 വായിച്ചു നോക്കി. നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി വിളിച്ചത്. ഒറ്റ പ്രത്യാശ എല്ലാവർക്കും കൊടുത്തേക്കുന്ന ഒരൊറ്റ ആശ പറഞ്ഞ. അപ്പം 100 പേരെ വിളിച്ചിട്ടുണ്ടെങ്കിലും 100 പേരോട് ഒരു ആശ തന്നെ പറഞ്ഞേക്കുന്നത്, പലതല്ല പറഞ്ഞേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് വിളിക്കുമ്പം വിളിച്ച എല്ലാവർക്കും ഒരേ വാഗ്ദത്വം കൊടുത്തേക്കുന്നു, ഒരൊറ്റ ആശ, അതിമഹത്തായൊരു വാഗ്ദത്വം, പുത്രത്വം, അതിൻ്റെ ധനം. ആ വാഗ്ദത്വം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പം എല്ലാവരും വരുന്നവർക്കെല്ലാം എന്തേ ഉള്ളൂ? വിളി കേട്ട് വരുന്നവർക്കെല്ലാം എന്തേ ഉള്ളൂ? ഒറ്റ
ഒരൊറ്റ ആശയുള്ളൂ. ഇന്ന് മനുഷ്യരുടെ വിളിയായിട്ട് വരുന്നവർക്കെല്ലാം 100,000 ആശകളാണ്. ചിലർക്ക് കടഭാരം മാറുമെന്നുള്ള ആശ, ചിലർക്ക് രോഗം മാറുമെന്നുള്ള ആശ, ചിലർക്ക് പിള്ളേരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശകൾ, പലതരം ആശകൾ കൊടുത്താണ് ഇന്ന് ആൾക്കാരെ വിളിക്കുന്നത്. പക്ഷെ കർത്താവ് ഒരുത്തനെ വിളിക്കുമ്പം ആകെ ഒരൊറ്റ ആശയെ കൊടുക്കുന്നുള്ളൂ. എന്തോ? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ കൊണ്ടുപോയിക്കോളാം. അത് പക്ഷെ എപ്പോഴും നമ്മൾ ഓർക്കൂല, നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് പൗലോസ് പ്രാർത്ഥിക്കുക, കർത്താവിയുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിച്ചിട്ട് ആ വിളിയാലുള്ള ആശ എന്താ, കർത്താവ് വിളിച്ചപ്പോൾ കൊടുത്ത ആശ എന്താന്ന് ഒരിക്കൽ കൂടി ഒന്ന് തിരിച്ചറിയാൻ അവരെ സഹായിക്കണം. ഓക്കെ, അടുത്ത പ്രാർത്ഥന നോക്കി. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടോ അത്? അതായത് നമുക്ക് ഈ വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ ആരാന്നാ പറഞ്ഞത്? നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞായിരുന്നു അല്ലേ? വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ ആരാ? ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പങ്കാളിത്തം ലഭിക്കുന്നവരാണ് വിശുദ്ധന്മാർ. അവന്റെ സ്വഭാവം നമ്മളിലേക്ക് വരുന്നതിനാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളാകാൻ വിളിക്കപ്പെട്ടവരാണ് വിശുദ്ധരെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വിശുദ്ധന്മാർക്ക് അവന്റെ മഹിമാധനത്തിൽ അവകാശമുണ്ട്. അവന്റെ പ്രകൃതത്തിലേക്ക് വിളിക്കപ്പെട്ടവരാ, അവന്റെ എക്സലൻസിലേക്ക്, അവന്റെ പെർഫെക്ഷനിലേക്കും അവന്റെ ഗ്ലോറിയിലേക്കും. അതാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞത്, അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും. മലയാളം ബൈബിളിൽ മഹത്വത്താലും വീര്യത്താലും എന്നാണ്, എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ അത് വായിക്കുമ്പോൾ അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മളെ വിളിച്ചിരിക്കുന്നു. അവന്റെ എക്സലൻസിലേക്കും അവന്റെ മഹത്വത്തിലേക്കും നമ്മെ വിളിച്ചിരിക്കുന്നു, ഗ്ലോറിയിലേക്ക്. അപ്പൊ വലിയ അവകാശങ്ങളിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നോക്കിയേ, കൊലോസി ലേഖനം വായിച്ചാൽ അത് തന്നെ, പത്രോസിന്റെ ലേഖനം വായിച്ചാൽ അത് തന്നെ, എഫേസി ലേഖനം വായിച്ചാൽ അത് തന്നെ. എന്ത് വായിച്ചാലും ഈ ധനത്തെക്കുറിച്ചല്ലേ ഇപ്പൊ കാണുന്നത്. അപ്പൊ നമുക്ക് അകത്തെ ദൃഷ്ടി പ്രകാശിക്കാത്തതുകൊണ്ട് ഇത് കാണുന്നില്ല, നമ്മൾ നാട്ടിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും കാണുന്നുണ്ട്. അപ്പൊ പൗലോസ് പ്രാർത്ഥിക്കുക, എന്റെ കർത്താവേ, ഈ ജനങ്ങളുടെ എല്ലാ അകത്തെ ദൃഷ്ടി ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് യഥാർത്ഥ ധനം എന്താന്ന് മനസ്സിലാക്കാൻ അവരെ സഹായിക്കണം. അടുത്ത വാക്യം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും. അത് ഇന്നതെന്ന് പറഞ്ഞാൽ അത് വെളിപ്പാടിനാൽ മാത്രം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ശക്തിയുണ്ട് ദൈവത്തിന്. നമ്മളെ ബലഹീനരായിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ ലോകം നോക്കുമ്പോൾ ഒരു ശക്തിയില്ല, പക്ഷെ അത് വേറെ ഒരു, ഇപ്പം ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം, അതായിരിക്കും നല്ലത് അല്ലേ? ഇങ്ങനെ ഒത്തിരി പറയുമ്പോൾ ഒരു ഇടയ്ക്കൊരു എക്സാമ്പിൾ. ഒരു മനുഷ്യൻ എന്നെ തല്ലുന്നു. അപ്പൊ ശക്തി വ്യാപരിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ശരിക്കും എന്നിൽ ശക്തി വ്യാപരിക്കുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? തിരിച്ച് 2 പൊട്ടീര് അവനിട്ട് കൊടുക്കുക വേണം. പക്ഷെ ക്രിസ്തുവിന്റെ ശക്തിയെ വ്യാപരിക്കുന്നെങ്കിലോ അത് എന്തിനുള്ള ശക്തിയായിരിക്കും? അത് ഈ അടി കൊണ്ടവനെ, അടിച്ചവനെ നോക്കി ഒന്ന് ചിരിക്കാനോ, അല്ലെങ്കിൽ അവനെ ഒന്ന് സ്നേഹിക്കാനോ, ക്ഷമിക്കാനോ, ഒന്നുകൂടെ ഒരു അടി കൊള്ളാനോ ഉള്ള ശക്തിയായിരിക്കും. നല്ല ശക്തിയല്ലേ ഇത്? ഇഷ്ടപ്പെട്ടോ? ആ ശക്തിയാണ് ഈ അളവറ്റ വ്യാപാര ശക്തി. അവന് ഭയങ്കര ശക്തിയാണ്. ഒരാള് നമ്മൾ ഉപദ്രവിക്കുമ്പോൾ അവനെ നോക്കി ചിരിക്കണമെങ്കിൽ നമുക്ക് നിസാര ശക്തി പോരാ, ക്രിസ്തുവിന്റെ അതേ ധനം വേണം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വൈരാഗ്യം നമ്മുടെ ഉള്ളിൽ അവനോട് ഉണ്ടായിപ്പോകും. അപ്പൊ അവന്റെ ധനത്തിന്റെ സമൃദ്ധിയിൽ നിന്ന് എടുത്തെങ്കിൽ മാത്രമേ നമ്മളെ അപഹസിക്കുന്നവരുടെ മുമ്പിൽ നമുക്ക് ഈ ധനം പ്രയോഗിക്കാൻ പറ്റണമെങ്കിൽ അത് വ്യാപാരം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം. അത്ര വലിയ ധനത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത വാക്യം. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഒരു വ്യാപാര ശക്തിയുണ്ട്. അത് നമ്മുടെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ഒരു ശക്തിയാണ്. നമുക്ക് ലോകപരമായ റിസോഴ്സസ് ഇല്ലാതെ തന്നെ ദൈവത്തിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കും. ഒരുത്തൻ നമ്മളെ എതിർത്ത് നിൽക്കുമ്പം നമ്മളിൽ വ്യാപരിക്കേണ്ട ശക്തി അവനെ എതിർക്കാനുള്ള ശക്തിയല്ല, പിന്നെ എന്താണ്? ക്രിസ്തുവിന്റെ വ്യാപാര ശക്തിയാണ്. അത് സ്വർഗത്തിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ലോകത്തിൽ നിന്നുള്ള ഒരു റിസോഴ്സ് കൊണ്ടും. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവരാജ്യം എന്ന് പറയുന്ന ഭക്ഷണം തിന്നുകയും കുടിക്കുകയല്ല, ഭക്ഷണപാനീയങ്ങളല്ല, ഈ ലോകത്തു നിന്നുള്ള ഒന്നും അല്ല. അത് ആത്മാവിൽ നിന്ന് ലഭിക്കുന്നതാണ്, ഉയരത്തിൽ നിന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഒരു പ്രാർത്ഥന. ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ അളവറ്റ വലിപ്പം ഇന്നതാന്ന് അറിയണം, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഇതെല്ലാം കാണാൻ വേണ്ടിയാ, ഈ ധനമെല്ലാം കാണാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ആ പ്രാർത്ഥന മാറി. അത് നമ്മൾ ഇത്തിരി മുമ്പ് കണ്ടു. 3-ാം അധ്യായത്തിൽ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ എല്ലാം കണ്ടു മനസ്സിലായി. അപ്പൊ 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വരെ, 1:3 മുതൽ 3:16 വരെ നമ്മൾ പറയുന്നത് ക്രിസ്തുവിൽ നമ്മളുള്ളത് കൊണ്ട് അവന്റെ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ ക്രിസ്തുവിലാണ്.
അതാണ് 1 മുതൽ 3:16 വരെ. എന്നാൽ 3:16 മുതൽ എഫെസ്യ ലേഖനം തീരുന്നത് വരെ ക്രിസ്തു നമ്മിലാണ്. വ്യത്യാസമുണ്ടോ? എന്താ വ്യത്യാസം? 1:3 മുതൽ 3:16 വരെ പറയുന്നത് ക്രിസ്തുവിൽ ഞാനുള്ളത് കൊണ്ട് എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. എന്നാൽ 3:16 മുതൽ പറയുന്നത് ക്രിസ്തു എന്നിലേക്ക് വരുന്നതിനെ കുറിച്ചാണ്. ക്രൈസ്റ്റ് ഇൻ മീ. വ്യത്യാസമുണ്ടോ? ആദ്യം ക്രിസ്തുവിൽ ഞാൻ, അപ്പൊ ഞാൻ വലിയ ധനവാനായി. ഇനി ധനമെല്ലാം ലഭിച്ചു, ഇനി ക്രിസ്തു എന്നിൽ വന്നാൽ എന്ത് സംഭവിക്കും? ആ ധനമല്ല എനിക്ക് ഉപയോഗിക്കാം. കാരണം ഈ ധനം എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആർക്ക് മാത്രം അറിയുള്ളൂ? ഇതിന്റെ ഉടമസ്ഥന് മാത്രമേ അറിയുള്ളൂ. 3:16 എന്താ പറയുന്നത് നോക്കിയേ? അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. കണ്ടോ? അടുത്ത വാക്യമാണ് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ. അപ്പൊ ഇത്ര നേരം എന്തായിരുന്നു? ഞാൻ അവനിൽ. അപ്പൊ ഭയങ്കര ധനം എനിക്ക് കാണാൻ പറ്റി. ആ ഹൃദയ കണ്ണ് തുറന്നപ്പോഴേക്കും ക്രിസ്തുവിന്റെ ധനമല്ല എൻ്റെ അവകാശമെന്ന് എനിക്ക് മനസ്സിലായി. ഇനി 3:16 പറയാണ്, ഈ ധനവാനായ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്ന് വിശ്വാസത്താൽ വസിക്കും. എന്താ വിശ്വസിക്കുന്നത്? ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നത്. ക്രൈസ്റ്റ് ഇൻഹാബിറ്റിംഗ് അസ്. നമ്മളിൽ ക്രിസ്തു. അതാണ് 3:16. ഈ 3:16 എഫെസ്യ ലേഖനത്തിന്റെ ഒരു വലിയ ഷിഫ്റ്റാ. അതിനുശേഷം 4-ാം അധ്യായത്തിൽ, 5-ാം അധ്യായത്തിൽ, 6-ാം അധ്യായത്തിൽ എല്ലാം പറയുന്ന ക്രിസ്തു നമ്മളിൽ വസിച്ചാൽ പിന്നെ ഈ വ്യാപാരം എങ്ങനെയാകുമെന്ന. സഭയിലെ, കുടുംബത്തിലെ, പിള്ളേരുടെ അടുത്ത്, ജോലി സ്ഥലത്ത് എല്ലാം നമ്മൾ എങ്ങനത്തെ വ്യാപാരം, ഏത് ധനമായിരിക്കണം വ്യാപാരം ചെയ്യേണ്ടതെന്നാണ് ബാക്കി പറയുന്നത്. എഫെസ്യ ലേഖനം മുഴുവൻ ക്രിസ്തുവിന്റെ ധനം, അതിന്റെ വിനിയോഗം, ഇത് രണ്ടുമാണ് വിശദീകരിക്കുന്നത്. അപ്പൊ 3:17 എന്താ പറയുന്നത്? ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അടുത്ത വാക്യം. ക്രിസ്തുവാണ് നമ്മുടെ ഹൃദയത്തിലെങ്കിൽ നമ്മുടെ വേറെ എവിടെ ആയിരിക്കാം? പുതിയ മനുഷ്യന്റെ വേറെ എവിടെയാ? സ്നേഹത്തിലാ. പഴയ മനുഷ്യന്റെ വേറെ എവിടെ ആയിരുന്നു? ജഡ സ്വഭാവത്തിലായിരുന്നു, പ്രകൃതം. നമ്മുടെ പ്രകൃതത്തിലായിരുന്നു എൻ്റെ വേര്, പാപത്തിലായിരുന്നു. എന്നാൽ പുതിയ മനുഷ്യന്റെ വേറെ എവിടെ? ഇപ്പൊ സൃഷ്ടിക്കപ്പെട്ട, വീണ്ടും ജനിച്ച പുതിയ മനുഷ്യന്റെ വേറെ എവിടെ ഇറങ്ങുന്നത്? സ്നേഹത്തിലാ. ആരുടെ സ്നേഹത്തിലാ? ക്രിസ്തുവിന്റെ സ്നേഹം. അടിസ്ഥാനപ്പെട്ടവരായി. അടുത്ത വാക്യം. ഈ സ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കാൻ എന്ന് പറഞ്ഞാൽ, നമുക്കിതിന്റെ വീതി നീളമൊക്കെ അറിയണമെങ്കിൽ ആരെ നോക്കണം? നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ നോക്കണം. ഈ എന്ത് പാപത്തിൽ നിന്ന് ഇവരെയൊക്കെ വിടുവിച്ചുകൊണ്ട് വന്നത് അല്ലേ? അതാണ് നമ്മൾ ആദ്യം കാണുന്നത്. അവൻ്റെ ഒരു കള്ളുകൂടി. നമ്മുടെ പഴയകാലത്ത് സാക്ഷ്യം പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ കള്ളുകൂടിനായിരുന്നു, കൊലപാതകയായിരുന്നു, ഞാൻ അങ്ങനെ ആക്രമണം കാണിച്ചിട്ടുണ്ട്, അങ്ങനെ സാക്ഷ്യം പറയുന്നവർക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു ഒരു കാലത്ത് അല്ലേ? ഒത്തിരി പാപം ചെയ്തിട്ടുള്ളവരൊന്നും മാനസാന്തരപ്പെട്ട് ഏറ്റു പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? അപ്പം നമ്മൾ ഈ ചാരി ഇരിക്കുന്നവരെന്താ വിചാരിക്കുന്നു? കണ്ടോ കർത്താവിൻ്റെ സ്നേഹം, അത്രയും വലിയ കൊലപാതകയെ രക്ഷിച്ചുകൊണ്ട് വന്ന സ്നേഹം എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വസിച്ചുകൊണ്ടിരിക്കും. നമ്മളങ്ങനെയൊന്നുമല്ല, നമ്മൾ വളരെ നല്ല ആൾക്കാരാണെന്ന് വിചാരിച്ചുകൊണ്ട് അന്നേരം ഇരിക്കുന്നത്. ഇങ്ങനെ പല ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കൂ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നീളം, വീതി, ഉയരം അത്രയും മനസ്സിലാവും. പിന്നെ അവസാനം മനസ്സിലാകുന്നത്, എൻ്റെ ദൈവമേ, അവനേക്കാളൊക്കെ മോശം ഞാനായിരുന്നല്ലോ, എന്നെ രക്ഷിക്കാനാണല്ലോ നീ ഇത്രയും ആഴത്തിൽ ഇറങ്ങേണ്ടി വന്നത് എന്ന് നമുക്ക് പിന്നെയാണ് മനസ്സിലാകുന്നത്. അതും മനസ്സിലായി കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു ബ്രോക്കൺ അനുഭവം ഉണ്ടാകുന്നത്. ഈ ബ്രോക്കൺനെസ് അല്ലെങ്കിൽ നുറുക്കമെന്ന് പറയുന്നത് പാവങ്ങളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല, പാപികളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. പാവങ്ങളോട് നല്ലതുപോലെ പെരുമാറാൻ ലോകത്തിലുള്ള കരുണഹൃദയമുള്ള എല്ലാ മനുഷ്യനും പറ്റും. എന്നാൽ പാപികളോട് കരുണ കാണിക്കാൻ ഹൃദയനുറുക്കമുള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അത് ഞാൻ ഏറ്റവും വലിയ പാപി എന്ന് ഉള്ളിൽ വെളിപ്പാടായി തിരിച്ചറിയുന്നവർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യനെ ഓർമ്മയുണ്ടോ? ആരായിരുന്നു? യോഹന്നാൻ അല്ലായിരുന്നു. ആരായിരുന്നു? യോഹന്നാൻ അത് എഴുതുന്ന കാലത്ത് ഞാനില്ലായിരുന്നു, അതുകൊണ്ടാണ് പുള്ളി യോഹന്നാൻ എഴുതിയത്. ഏതും ശിഷ്യനും പറയാൻ പറ്റും, ഞാനാണ് ഏറ്റവും കൂടുതൽ കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ. കാരണം എന്നെ രക്ഷിക്കാനാണോ അവൻ ഏറ്റവും ആഴത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത്, എൻ്റെ പാപങ്ങളാണോ അവൻ ഏറ്റവും കൂടുതൽ ഇളച്ചു തന്നത്,
എന്നെപ്പോലെ അൺവർത്തിയായിട്ടുള്ള ആരും ഈ ലോകത്തുണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കും തോറും നമുക്ക് ഈ കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിച്ചു വരികയുള്ളൂ. പാപബോധം എത്രയും നമുക്ക് വർദ്ധിക്കുന്നോ അത്രയും നമുക്ക് കൃപയുടെ പെരുക്കത്തെയാണ് കാണുന്നത്. ഈ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുക എന്നല്ല അതിനർത്ഥം, പാപത്തിൻ്റെ സെൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ എത്ര പാപിയാണെന്ന് ഞാൻ തിരിച്ചറിയുക, അതതിനർത്ഥം. അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, പാപം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ചേർന്ന് വന്നു. എത്ര ക്ലിയർ ആയിട്ടാണ് പൗലോസ് എഴുതിയേക്കുന്നത്. പക്ഷെ അത് വളച്ചൊടിക്കേണ്ടവൻ. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞേക്കുന്നത്, പൗലോസ് തനിക്ക് ലഭിച്ച ദൈവകൃപ പ്രകാരം അവൻ എഴുതിയ എല്ലാ ലേഖനങ്ങളും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്നാൽ അല്പബുദ്ധികളായവർ അതിനെ തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വളച്ചു കളയുന്നു, ഒടിച്ചു കളയുന്നു, അല്ല തകർത്ത് കളയുന്നു, വ്യതിചലിപ്പിച്ച് കളയുന്നു എന്ന് അവിടെ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, പത്രോസ് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് എന്താ ഇവിടെ പറയുന്നത്? നമുക്ക് ദൈവത്തിൻ്റെ കൃപയുടെ ബഹുത്വം അനുഭവിക്കണമെങ്കിൽ ന്യായപ്രമാണം വേണം. ന്യായപ്രമാണം ചേർന്ന് വന്നപ്പോഴാണ് മനസ്സിലായത്, അയ്യോ ആ കൊലപാതകിയൊക്കെ എത്ര പാവം, ഞാൻ അവനേക്കാൾ എത്രയോ കൊലപാതകങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട്. കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് പറഞ്ഞ, ഞാൻ സഹിക്കാൻ വയ്യാതെ, ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഒരാളെ പ്രാർത്ഥിച്ച് കൊന്നവനാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് അവനെ എടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് മരിച്ചൊന്നുമല്ല, പക്ഷെ അതുപോലൊരു കൊലപാതക പ്രവണത, ഈ മനുഷ്യരെ ഇഷ്ടമില്ലായ്മ, പകയ്ക്കുന്നത്, ഇതെല്ലാം കൊലപാതകമായിട്ട് ദൈവം കണക്കൂട്ടും. നമ്മുടെ ഹൃദയത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വളരെ ആഴത്തിൽ പാപത്തിലായിരുന്നു. അത് മനസ്സിലായി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്നത് എന്ത് വലിയ ദൈവകൃപയാണ് എനിക്ക് വന്നത്. അപ്പൊ ന്യായപ്രമാണം ചേർന്ന് വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ മഹാപാപി. എന്നിട്ട് പറയാ, ആ പ്രമാണം എന്നെ തുറന്നു കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഐ ആം എ സിന്നർ, വേഴ്സ്റ്റ് സിന്നർ ഇൻ ദ വേൾഡ്. അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് അവിടെ എല്ലാം കൃപ എന്നെ പൊതിഞ്ഞ് എന്നെ രക്ഷിച്ചു. എന്നിട്ട് അപ്പോൾ ആൾക്കാർ ഈ ഹൈപ്പർ ഗ്രേസുകാരെ പോലുള്ളവർ ഉടനെ ചോദിക്കും, ഓ അങ്ങനെയാണോ, എന്നാ പിന്നെ പാപം ചെയ്യുക. അതല്ല അതിനർത്ഥം. നമ്മളിൽ പാപം ചെയ്യിപ്പിക്കാനല്ല, പാപത്തിൻ്റെ ആഴം കാണിച്ചു തരാനാണ് ന്യായപ്രമാണം വന്ന് നമ്മളെ കൃപയുടെ ആഴത്തെ വെളിപ്പെടുത്തുന്നത്. യേശുക്രിസ്തുവിൽ വേരൂന്നി കഴിയുമ്പോൾ, സ്നേഹത്തിൽ വേരൂന്നി കഴിയുമ്പോൾ, കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാകുന്നത് മറ്റുള്ളവരെ ദൈവം രക്ഷിച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. ലാസ്റ്റ് നമ്മുടെ ഏറ്റവും പ്രധാനമായ റെവലേഷൻ എന്ന് പറയുന്നത്, ദൈവത്തിന് എന്നെ സ്നേഹിക്കാനായിരുന്നു ഏറ്റവും പാട്. കാരണം ഞാനായിരുന്നു ഏറ്റവും ദുരിതവാനായ മനുഷ്യൻ. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ രക്ഷിക്കാൻ നീ ഇത്രയും വേദന സഹിച്ചല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ ലംഘനങ്ങളെ പെരുക്കി കാണിച്ച, അതായത് യഥാർത്ഥത്തിൽ കാണിച്ചു തന്ന ന്യായപ്രമാണം എനിക്ക് കൃപയ്ക്ക് കാരണമായി മാറുന്നത്. അതിനാൽ എനിക്ക് പാപബോധം വർദ്ധിക്കുന്നിടത്ത് മാനസാന്തരം വർദ്ധിക്കുന്നിടത്ത് ഹൃദയനുറുക്കം വർദ്ധിക്കുന്നിടത്ത് ദൈവത്തിന്റെ കൃപയുടെ ബഹുത്വവും അനുഭവിക്കുവാൻ ഒരു മനുഷ്യന് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ ആരിലാണ് വേരൂന്നുന്നത്? ക്രിസ്തുവിൽ വേരൂന്നുമ്പോൾ സ്നേഹത്തിന്റെ എല്ലാ ഡൈമെൻഷൻസും നമുക്ക് മനസ്സിലാവും. അപ്പം ചില ദുർഘടന്മാരായ ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്നേഹത്തിന്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പൗലോസ് പറയുന്നത്, പരിജ്ഞാനത്തെ കവിയുന്ന ദൈവത്തിന്റെ സ്നേഹം, അതാണ് അഗപ്പെ. ഈ അഗപ്പെ എന്ന് പറയുന്നത് ശരിക്കും പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം. പരിജ്ഞാനം പറയുന്ന അവനെ സൂക്ഷിക്കണോട്ടോ. പലരും നമ്മളെ ഉപദേശിക്കുന്നത്, അവനെ ഒരു പരിധി കൂടുതൽ വിശ്വസിക്കരുത്. സഭ വരുന്നവനാ, പക്ഷെ ഉപദേശം എന്താ? അവനെ അത്രയും വിശ്വസിക്കരുത്, അവൻ കള്ളം പറയും. അപ്പൊ നമുക്ക് ഉള്ളിലൊരു വെറുപ്പ് തോന്നുമല്ലോ, ഇപ്പോഴും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയ്ക്കകത്ത് വന്നിട്ട് അവൻ പിന്നെയും കള്ളം പറയുന്നു, ഛേ വൃത്തികെട്ടവൻ. നമുക്ക് തോന്നുന്നത് അങ്ങനെയാ. കർത്താവ് എങ്ങനെയായിരിക്കും തോന്നുന്നേ? ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവിന് എങ്ങനെയായിരിക്കും തോന്നുന്നേ? ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും തല്ലുകൊള്ളിത്തരം കാണിച്ച് നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുന്നേ? വൃത്തികെട്ടവൻ, ഇവനെയൊക്കെ എൻ്റെ വീട്ടിൽ ഞാൻ കയറ്റിയല്ലോ, ഇനി മേലായി ഇവനെ ഞാൻ വീട്ടിൽ കയറ്റത്തില്ല, ഇറങ്ങിപ്പോ, എതിലും പോട്ടെ. ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? എങ്ങനെ ചിന്തിക്കുന്നേ? ഓ എൻ്റെ ദൈവമേ, ഇവനിത് ചെയ്തല്ലോ, കർത്താവേ അവനെ നന്നാക്കി തരണേ. എടാ നീ എന്നെ ഓർത്ത്, ഞാൻ പറയുന്ന ഓർത്ത് നീ നന്നാവടാ, നീ ഇങ്ങനെ ചെയ്യല്ലടാ, ഇങ്ങനെയല്ലേ പറയുന്നത്. അപ്പൊ നമുക്കാണോ ദൈവത്തിനാണോ കൂടുതൽ സ്നേഹം? ആർക്കാ കൂടുതൽ സ്നേഹം? ആണോ? ദൈവം നമ്മളെ നന്നാക്കാൻ നോക്കുവാണോ അതോ പുറത്താക്കാൻ നോക്കുവാണോ? നന്നാക്കാൻ നോക്കൂ. അതാ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ സഹോദരനെ കാണുമ്പോൾ എന്താ നോക്കണ്ടേ? എന്താ കാണണ്ടേ? ദൈവത്തിന്റെ കയ്യിൽ അവനാൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബലഹീനതകളുള്ള ഒരു മനുഷ്യൻ. എന്നേക്കാളും ഭേദമായിരിക്കും. കർത്താവെ, അവനോടുള്ള സ്നേഹം നീ എൻ്റെ ഹൃദയത്തിൽ തരണമേ. ഇതാണ് പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം. എൻ്റെ പരിജ്ഞാനം എന്നോട് പറയുന്നു, അവനെ സൂക്ഷിച്ചോ, അവൻ നല്ലതല്ല.
എന്നാൽ ദൈവത്തിൻ്റെ കൃപ എന്നോട് പറയുന്നു, അൺകണ്ടീഷണൽ ലവ് എന്നോട് പറയുന്നു, നീ ഇതിനേക്കാൾ കഷ്ടമാണ്. നിന്നെ സ്നേഹിക്കുന്ന കർത്താവ് തന്നെയാണ് അവനെ സ്നേഹിക്കുന്നത്. അവനും ഒരു വിശുദ്ധീകരണത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനർത്ഥം ഡിസിപ്ലിൻ ചെയ്യേണ്ടെന്നല്ല. സഭയിൽ തെറ്റുകൾ കണ്ടപ്പോൾ ഡിസിപ്ലിൻ ചെയ്യണം, പക്ഷെ അതെല്ലാം സ്നേഹത്തിലായിരിക്കണം. അവൻ്റെ ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി ആയിരിക്കണം. അവനെ നശിപ്പിക്കാൻ വേണ്ടിയോ ദേഷ്യത്തിലോ പകയിലോ അവനെ അനലൈസ് ചെയ്ത് നന്മതിന്മകളുടെ വ്യാഖ്യാനത്തിലോ ആകരുത്. സ്നേഹത്തിൽ വേരൂന്നിയാൽ നമ്മൾ ജഡപ്രകാരമല്ല, ആത്മാവിനനുസരിച്ചാണ് നടക്കുന്നത്. എന്നാൽ നന്മ തിന്മകളുടെ സിസ്റ്റത്തിൽ വേരൂന്നി നമ്മൾ ആൾക്കാരെ വിധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആത്മാവിനാലല്ല, സർപ്പത്തിന്റെ പഴത്താൽ വഞ്ചിക്കപ്പെടുന്നവരാണ്. സർപ്പത്തിന്റെ പഴം എപ്പോഴും പറയുന്നത് നന്മയും തിന്മയും വിവേചിക്കാനാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന കർത്താവിന്റെ ഹൃദയം നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ്. ഇത് രണ്ടും രണ്ടാണ്. നമ്മളിപ്പോഴും നന്മതിന്മകളുടെ സിസ്റ്റത്തിൽ കിടക്കുമ്പോൾ നമുക്ക് ആരെയും രക്ഷിക്കാൻ പറ്റത്തില്ല, ആരെയും കർത്താവിൻ്റെ പ്രകാശത്തിലേക്ക് നടത്താൻ പറ്റത്തില്ല. നമ്മൾ ദൈവത്തിൻ്റെ കരുണയോടെ അവരെക്കുറിച്ച് ചിന്തിക്കുന്നതിനെയാണ്. അതിനർത്ഥം നമ്മൾ പാപത്തോട് സിമ്പതി ചെയ്യണമെന്നല്ല, പാപിയോട് സിമ്പതി കാണിക്കണമെന്നാണ്. ഒരു രോഗം വന്നവനോടുള്ള സിമ്പതിയാണ്. നിങ്ങൾക്ക് ക്യാൻസറിനോടാണോ, അല്ല വേണ്ട പോട്ടെ, കൊറോണ വൈറസിനോടാണോ ജലദോഷത്തിൻ്റെ വൈറസിനോടാണോ ദേഷ്യം കൂടുതൽ? അതാ. അപ്പൊ കൊറോണ ബാധിച്ച ഒരാളോടാണോ ജലദോഷം പിടിച്ച ഒരാളോടാണോ സഹതാപം കൂടുതൽ? അതെന്താ? വലിയ ശത്രു ഏതാ? അപ്പൊ പാപം ചെയ്ത ഒരാളോട്, പാപം വലിയൊരു ശത്രുവും രോഗവുമാണെങ്കിൽ നമുക്ക് ആ പാപിയോട് എന്താ തോന്നേണ്ടത്? സഹതാപം. അപ്പൊ പാപത്തോട് നമ്മൾ അത്രയും വെറുപ്പുണ്ടെന്നുള്ളതിൻ്റെ അടയാളം എന്താ? പാപിയോട് സഹതാപം. അപ്പൊ പാപിയോടുള്ള സഹതാപമാണ് പാപത്തോടുള്ള വെറുപ്പിന്റെ പ്രകടനം. നിങ്ങളൊരു പാപിയോട് എന്തുമാത്രം കരുണ കാണിക്കുന്നോ അത്രയും നിങ്ങൾ പാപത്തെ വെറുക്കുന്നു എന്നതിൻ്റെ അർത്ഥം. കാരണം അവൻ നിസ്സഹായനാണ്, അവനൊരു അടിമയാണ്. അവനെ രക്ഷിക്കാൻ കർത്താവിൻ്റെ സുവിശേഷം ആവശ്യമാണ്, നിങ്ങൾ ആവശ്യമാണ്. നിങ്ങളുടെ കയ്യിലാണ് വെളിച്ചമുള്ളത്. നിങ്ങൾ അവനെ വിട്ടാൽ വേറെ ആരുടെ അടുത്തേക്ക് കർത്താവ് അവനെ വിടും? എത്രവർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇതാണ് പരിജ്ഞാനത്തെ കവിയുന്ന ദൈവത്തിൻ്റെ സ്നേഹം. അടുത്ത വാക്യത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരണം. നമ്മൾ കണ്ടു, ചോദിക്കുന്നതിന് നനയ്ക്കുന്നതിൽ അത്യന്തം പരമായി. അപ്പൊ ഇതാണ് ദൈവം നമ്മളെ വിളിക്കുന്ന എക്സലൻസ് എന്ന് പറയുന്നത്. വീര്യം, മഹത്വം, വീര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരണമെന്നും പ്രാർത്ഥിക്കുന്നു. ഇതാണ് അവൻ്റെ എക്സലൻസ്. അപ്പൊ നമ്മുടെ വിളി എങ്ങോട്ടുള്ളതാ? യേശുക്രിസ്തുവിൻ്റെ എക്സാക്ട്ലി അതേ തേജസ്സിലേക്കും എക്സാക്ട്ലി അതേ സ്വഭാവത്തിലേക്കുമുള്ളൊരു വിളിയാണ് നമ്മുടെ വിളി. ഇത്രയും മനസ്സിലായോ? എങ്ങോട്ടാണ് നമ്മളെ വിളിച്ചേക്കുന്നത് മനസ്സിലായോ? നമ്മളെല്ലാ ഞായറാഴ്ചയും ചർച്ചിൽ വന്ന് സ്തോത്ര കാഴ്ചയിട്ട് കൈയടിച്ച് 2 പാട്ട് പാടി ഡ്രം അടിച്ച് പൊട്ടിച്ച് ഒച്ചത്തിൽ 2 ഹല്ലേലൂയ പറഞ്ഞ് വീട്ടിൽ പോകുക. എല്ലാം അങ്ങനെ ആവർത്തിച്ച് ഒരു ദിവസം മരിച്ച് എത്തിക്കുത്തി എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകാൻ വേണ്ടി അല്ല നമ്മളെ വിളിച്ചേക്കുന്നത്. ശ്രദ്ധിച്ചോ? നമ്മൾ എന്തിനാ വിളിച്ചേക്കുന്നത്? നമ്മൾ മരിക്കുന്ന സമയമാകുമ്പോഴേക്കും യേശുക്രിസ്തുവിൻ്റെ തേജസ്സിലേക്കും അവൻ്റെ സ്വഭാവത്തിലേക്കും നമ്മൾ രക്ഷപ്പെട്ട് യേശുവിനെ കണ്ണാടി പോലെ പ്രതിഫലിപ്പിക്കുന്ന ആ ഇമേജ് നമ്മളിൽ ഉണ്ടാകത്തക്കവണ്ണം വിശുദ്ധീകരണം പ്രാപിക്കാൻ വേണ്ടിയും അതിനവസാനം തേജസ്സിലേക്ക് നടക്കാൻ വേണ്ടിയും അവൻ്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കുമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എങ്ങോട്ടാണ് നിങ്ങളെ വിളിച്ചേക്കുന്നത്? എന്നിട്ട് പറയോ അവൻ്റെ വിളിയാലുള്ള ആശ. എന്താ ആശ? അവനെ പോലെ ഞാനും രൂപാന്തരപ്പെടും. ഐ വിൽ ബിക്കം ലൈക്ക് ഹിം. അവൻ്റെ എക്സലൻസും അവൻ്റെ പെർഫെക്ഷനും അവൻ്റെ ഗ്ലോറിയും എനിക്ക് ലഭിക്കും. ഇതാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ആശ. ആദ്യമൊക്കെ നമ്മൾ പറയും എങ്ങനെയെങ്കിലും അവിടെ ചെന്നാൽ മതി. പിന്നെ മനസ്സിലാകുന്ന അതിനേക്കാളും റിച്ച്നെസ് നമുക്ക് കിട്ടാനുണ്ട്. അവിടെ ചെല്ലുന്ന കാര്യം യേശുവിനെ നേടുന്നതാണ് കാര്യം. ഓക്കെ, അപ്പോൾ പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം. എന്നിട്ട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് എന്താ വേണ്ടതെന്നറിയോ? ഒരു നല്ല സഭയാണ് വേണ്ടത്. എല്ലാവരും കേട്ടോ? ഒരു നല്ല സഭയാണ് വേണ്ടത്. എന്തിനാണ് ഒരു നല്ല സഭ? ഒരു നല്ല സഭ എങ്ങനെ തിരിച്ചറിയാം? ഞാനൊരു സഭയിൽ നിന്നോണ്ടാ ഇത് പറയുന്നേ. ഈ സഭയെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ ആത്മീകമായി വളരാൻ നമുക്ക് എന്താ ആവശ്യമാണ്? ഒരു നല്ല സഭ ആവശ്യമാണ്. നല്ല സഭ എങ്ങനെ തിരിച്ചറിയാം? അപ്പോൾ പറയാം, ഞങ്ങളുടെ സഭ അത്ര നല്ല സഭ. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ സഭയ്ക്ക് കർത്താവിൻ്റെ ഹിതത്തെ പൂർത്തിയാക്കാൻ പറ്റുന്നത്? എന്താ ദൈവത്തിൻ്റെ ഹിതം? കുറേ പാപികളായ മനുഷ്യരെ കർത്താവ് ഭയങ്കര വില കൊടുത്ത് മേടിച്ചിട്ടുണ്ട്.
എന്നിട്ടത് സംസ്കരിക്കുന്ന ഒരു പ്ലാന്റിലേക്ക് വിട്ടിരിക്കുക. ഏതാ? ആരെപ്പോലെ ആക്കി എടുക്കണം? ആരെപ്പോലെ ആക്കി എടുക്കണം? അംബാനിയെ പോലെ ആക്കി എടുക്കാനാണെങ്കിൽ അതുപോലത്തെ ഇഷ്ടം പോലെ സഭകളുണ്ട്. പക്ഷേ ദൈവം അംബാനിയെ പോലെ ആക്കാനാണ് നമ്മളെ വിളിച്ചായിരുന്നെങ്കിൽ എങ്ങോട്ടാണ് വിടേണ്ടത്? ഏതെങ്കിലും ന്യൂ ജനറേഷൻ ചർച്ചിലൂടെ വിട്ടാൽ മതിയായിരുന്നു. അംബാനി അല്ല, ബിൽഗേറ്റ്സ് ആയിട്ട് വെളി വരായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ഉദ്ദേശം അതല്ലായിരുന്നു. ഈ എക്സലൻസും ഈ മഹത്വവും ഈ സ്വഭാവവും, ക്രിസ്തുവിൻ്റെ പ്രകൃതം സ്വഭാവം ഒരാൾക്ക് ലഭിക്കാൻ പറ്റിയ ഫാക്ടറികളിലേക്കാണ് ഈ ആൾക്കാരെ ദൈവത്തിന് വിടാൻ ആഗ്രഹം. നിങ്ങൾ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഈ ദേശത്ത് നിന്ന് കർത്താവ് ഒരു കൊച്ചിനെ പിടിച്ചു. ഒരു കൊച്ചെന്ന് ഉദ്ദേശിക്കുന്ന ഒരാളെ വീണ്ടും ജനിപ്പിച്ച് അവൻ്റെ മകനാക്കി അല്ലെ മകളാക്കി. എന്നിട്ട് കർത്താവ് ആലോചിക്കുക, ഇവനെ യേശുവിനെ പോലെ ആക്കാൻ എവിടെ വിട്ടാൽ പറ്റും? നമ്മുടെ പിള്ളേരെ സ്കൂളിൽ ചേർക്കുന്നത് എങ്ങനെയാ? ആദ്യം കാണുന്ന സ്കൂളിലേക്ക് വിട്ടേക്കാം, അങ്ങനെയാണോ? എവിടെ അന്വേഷിക്കും? ശരിക്കും അന്വേഷിക്കും അല്ലേ? പ്ലേ സ്കൂളിൽ വിടുമ്പോൾ എന്താ കൺസേൺ എന്നറിയോ? അവിടെ മയക്കുമരുന്ന് കൊടുത്ത് ഉറക്കി കിടത്തുവോ അല്ലേ? പിള്ളേർ ശല്യം ഉണ്ടാകുമ്പം മോനെ ഇന്ന് ചോക്ലേറ്റ് കഴിച്ചോളാൻ പറഞ്ഞ് കൊടുത്ത് ഉറക്കി കിടത്തുവോ? ഞാൻ ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ. അങ്ങനെയൊക്കെ നോക്കും. നല്ല ആഹാരം നല്ലപോലെ വൃത്തിയായിട്ട് നോക്കുവോ? പിള്ളേരെ ഇടയ്ക്ക് തല്ലുവോ? ഇതൊക്കെ നോക്കിയേ നമ്മൾ വിടുള്ളൂ. അപ്പോൾ അതിനേക്കാളൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന പിതാവ് ഒരാളെ വീണ്ടും ജനിച്ചു കഴിയുമ്പം അവൻ നോക്കുകയല്ലേ, നമ്മുടെ സഭയിലോട്ട് വിട്ടാൽ അവൻ യേശുവിൻ്റെ ഷേപ്പിൽ വരുമോ അതോ അംബാനിയുടെ ഷേപ്പിൽ വരുമോ എന്ന് നോക്കിയിട്ടല്ലേ അവൻ വിടുള്ളൂ. അപ്പം നമ്മുടെ സഭയിലേക്ക് ദൈവം തിരഞ്ഞെടുത്ത ആൾക്കാർ വരണമെങ്കിൽ അവരെ ക്രിസ്തുവിനെ പോലെ ആക്കി മാറ്റുന്ന ആ വിളിയിലേക്ക് നടത്തുന്ന ഒരു സിസ്റ്റം നമ്മുടെ സഭയിൽ ഉണ്ടാകണം. അപ്പം ശിഷ്യനായി ജീവിക്കാൻ, കർത്താവിൻ്റെ മകനായി ജീവിക്കാൻ നമുക്ക് കൂട്ടായ്മ ആവശ്യമാണ്. ആ കൂട്ടായ്മയിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ പാഠങ്ങൾ പഠിക്കുകയും വേണം. അതാണ് അടുത്തത്. ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ, കുടുംബമാണോ സഭയാണോ വലുത്? ആരാദ്യം വരുന്നത്? കുടുംബമാണോ സഭയാണോ? സത്യം പറഞ്ഞാൽ സഭയാണ്. കാരണം കർത്താവിൻ്റെ സഭ ഉണ്ടായ ശേഷമാണ് കുടുംബം ഉണ്ടായത്. കർത്താവിൻ്റെ സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഓർഗനൈസേഷനെ കുറിച്ചല്ല, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കൂടുന്ന ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാരാൽ സ്ഥാപിതമായ അദൃശ്യ സഭ ഉണ്ടായ ശേഷമാണ് ആകാശവും ഭൂമിയും വരെ ഉണ്ടാകുന്നത്. ഈ ഭൂമിയും ആകാശവും മാറിപ്പോയാലും അവൻ്റെ സഭ അവിടെ തന്നെ കാണും. എന്നാൽ കുടുംബം മരണം വരെയുള്ളൂ. കുടുംബം നമ്മുടെ ജീവിതകാലത്ത് താൽക്കാലികമായി ആരംഭിച്ച് താൽക്കാലികമായി അവസാനിച്ച് നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി അതിൻ്റെ ധർമ്മം ചെയ്ത ശേഷം തീർന്നു പോകുന്ന ഒരു കാര്യമാണ് കുടുംബം. കുടുംബം പോലും ജീവിതത്തിലുള്ള എല്ലാ നന്മകളും ദൈവം തരുന്നത് നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാം അവൻ്റെ അദൃശ്യ സഭയിൽ ഒരംഗമാണ്, വിശുദ്ധീകരിക്കപ്പെടുന്നവരാണ്. അതിനുള്ള ഉപകരണങ്ങളാണ് ദൈവം ഈ ലോകത്ത് വെച്ചിരിക്കുന്ന ഓരോന്നും. സോ ദാറ്റ്സ് ദ മോസ്റ്റ് പ്രഷ്യസ് തിങ്. അപ്പോൾ ഓരോ ലോക്കൽ സഭയുടെ ലക്ഷ്യം, കർത്താവെ നിൻ്റെ അദൃശ്യ സഭയുടെ ലക്ഷണങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ളതായിരിക്കണം ബലഹീനമായ ഓരോ ലോക്കൽ സഭയുടെയും ലക്ഷ്യം. ഒരാൾക്ക് വേറൊരാൾ ഒരിക്കലും നയിക്കാൻ പറ്റത്തില്ല. അനേകം ആളുകൾ ചേർന്നാണ്, ശുശ്രൂഷകൾ ചേർന്നാണ്, കൃപാവരങ്ങൾ ചേർന്നാണ് ഒരാളെ ക്രിസ്തുവിൽ പണിയുന്നത്. നമുക്ക് ആ വാക്യം തുടർന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. 4 ഓൺവേർഡ്സ്. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഇതെല്ലാം നമ്മുടെ യൂണിറ്റിയെ കുറിച്ച് കാണിക്കുന്നത്. ഒരേ ആത്മാവ്, ഒരേ ദൈവം, ഒരേ കർത്താവ്, ഒരേ വിശ്വാസം, ഒരേ സ്നാനം, ഒരു ശരീരം. ഇനി വ്യത്യാസത്തിലേക്ക് വരുവാണ്. 7-ാം വാക്യം. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിനൊത്തവണ്ണം, അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ തമ്മിൽ ആകെയുള്ള വ്യത്യാസം എന്താ? കൃപയുടെ വിതരണത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. വിശ്വാസത്തിൽ വ്യത്യാസമില്ല, പ്രത്യാശയിൽ വ്യത്യാസമില്ല. കർത്താവ് ഒരുവൻ തന്നെ. ആകെയുള്ള വ്യത്യാസം കൃപാവരങ്ങളിലുള്ള വ്യത്യാസമാണ്.
ഞാൻ ഇവിടെ നിൽക്കാനും നിങ്ങൾ അവിടെ ഇരിക്കാനുമുള്ള കാരണം നിങ്ങളെക്കാൾ വിശുദ്ധനായതുകൊണ്ടല്ല, നിങ്ങളെക്കാൾ ദൈവത്തെ അനുസരിച്ചതുകൊണ്ടുമല്ല. അനുസരിച്ചവൻ ക്രിസ്തുവാണ്, പരിശുദ്ധനായവൻ ക്രിസ്തുവാണ്. അവനിൽ നിന്നാണ് നമ്മളെല്ലാം വിശുദ്ധരാകുന്നത്. നമ്മളെല്ലാം അതിലെല്ലാം ഒരുപോലെ ഉള്ളൂ. എന്നാൽ കൃപാവരത്തിലാണ് വ്യത്യാസം. ഉപദേഷ്ടാവെന്ന കൃപാവരം ഉള്ളവൻ ഉപദേശിക്കുന്നു, ഇടയൻ പരിപാലനം ചെയ്യുന്നു. ഓരോരുത്തർക്കും ഓരോരോ കൃപാവരങ്ങളെ ദൈവം നൽകുന്നു. അങ്ങനെ കൃപാവരങ്ങളിൽ മാത്രമാണ് നമുക്ക് വ്യത്യാസമുള്ളത്. വീണ്ടും ജനിച്ച എല്ലാവർക്കും, കർത്താവിൻ്റെ ആത്മാവുള്ള എല്ലാവർക്കും, ആത്മാവിൻ്റെ നിറവുള്ള സകല മനുഷ്യർക്കും എന്തെങ്കിലും ശുശ്രൂഷകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അവൻ്റെ അദൃശ്യ സഭയിൽ ശുശ്രൂഷകൾ ഇല്ലാത്തവരായിട്ട് ആരുമില്ല. അത് സഹായം ചെയ്യാനുള്ള വരം ഉൾപ്പെടെ, ആശ്വസിപ്പിക്കാനുള്ള വരം ഉൾപ്പെടെ, ആളുകളെ സ്വീകരിക്കാൻ, കൃപയിലേക്ക് നടത്താൻ, സുവിശേഷത്തിലേക്ക് നടത്താൻ, ബലപ്പെടുത്താൻ, എന്തെങ്കിലും ഒരു കൃപാവരമില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഈ അവയവങ്ങളിലില്ല. ഉപയോഗമില്ലാത്ത ഒരവയവവും ഒരു ശരീരത്തിൽ ഇല്ലാത്തതുപോലെ ഉപയോഗമില്ലാത്ത ഒരവയവവും ദൈവത്തിൻ്റെ ശരീരത്തിലും ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി താഴോട്ട് വായിക്കുമ്പോൾ 11-ാം വാക്യത്തിലേക്ക് വരാം. 11-ാം വാക്യം, അതാണ് കൃപാവരങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഞാൻ ആ വിളിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നേ. ആ വിളി എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് നോക്കി. ഇത്രയും പേരെ എന്തിനാണ് നിയമിക്കുന്നത്? അടുത്ത വാക്യമാണ്, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും. രണ്ട് കാര്യങ്ങളിൽ ഐക്യത ഉണ്ടാവണം. അതായത് വിശ്വാസം എല്ലാവർക്കും ഒന്ന് തന്നെയാണ്, പക്ഷെ ഒരുപോലെയല്ല. ഒന്ന് തന്നെയാണ്, പക്ഷെ ഒരുപോലെയല്ല. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ അളവിന് വ്യത്യാസമുണ്ട്. എല്ലാവർക്കും ഒരുപോലെ വിശ്വാസം കണ്ടെത്താൻ എല്ലാ സമയത്തും കഴിയാറില്ല. ചിലർ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും വിശ്വാസത്താൽ ജീവിക്കുന്നവരായിരിക്കും. എന്നാൽ വേറെ ചിലർ വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും വിശ്വാസത്തിന്റെ കാഴ്ച കാണുന്നത്. ഇവിടെ പറയാണ്, എല്ലാവരിലും ഒരേ അളവ് വിശ്വാസം വരുന്നവരെ, ഒരേ പരിജ്ഞാനം വരുന്നവരെ. അടുത്ത വാക്യം, ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്ക് വന്നു. അപ്പൊ ക്രിസ്തുവിന്റെ അതേ പുരുഷത്വം, അതേ പ്രായത്തിന്റെ അളവ് നമ്മൾ പ്രാപിക്കുവോളം ഈ ശുശ്രൂഷകളെല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പോസ്തലൻ, പ്രവാചകൻ, ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. എന്തിനാണ് ഇതെല്ലാം ആവശ്യമായിരിക്കുന്നത്? നമ്മൾ ക്രിസ്തുവിന്റെ പൂർണ്ണത പ്രാപിക്കാൻ. അല്ലാതെ ഞാനൊരു ഉപദേഷ്ടാവാണ്, ഉപദേഷ്ടാവിനെ കൊണ്ട് മാത്രം ഒരാൾ നടത്തപ്പെടുന്നില്ല. അവർക്കൊരു ഇടയനെ ആവശ്യമാണ്. അതുപോലെ അവരോട് സുവിശേഷം പറയാൻ ആൾക്കാർ ആവശ്യമാണ്. അതുപോലെ ഒരു ഉറപ്പിക്കാൻ ഡീക്കൻസ് ആവശ്യമാണ്. എല്ലാ ശുശ്രൂഷകളും ചേർന്നാണ് ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവൻ ആക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എല്ലാ ശുശ്രൂഷകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇടയൻ, ഇവാഞ്ചലിസ്റ്റ്. അപ്പം അപ്പോസ്തലൻ എവിടെ ഉണ്ട്? ഇപ്പം അപ്പോസ്തലൻ ആരാ? അപ്പോസ്തലൻ നിങ്ങളുടെ സഭയിൽ അപ്പോസ്തലനുണ്ടോ? അപ്പോസ്തലനും പ്രവാചകനുമാണ് നമ്മുടെ ഫൗണ്ടേഷൻ. അതായത് അപ്പോസ്റ്റലിക് ടീച്ചിങ്. ഇപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? പറ. ഇപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? അപ്പോസ്തലനെ പൗലോസാ. ആണോ അല്ലയോ? ഇന്നലെ ഇന്നുമായിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങളോട് സംസാരിച്ചത് പൗലോസും പത്രോസും. ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അവർ തന്നെ നമ്മളോട് ശുശ്രൂഷിക്കുന്നത്. നമ്മൾ ഇടയ്ക്ക് ഇന്നിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഇതേ പൗലോസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇത് പത്രോസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർ പറയും പൗലോസ് പറഞ്ഞൊക്കെ അത് പൗലോസിൻ്റെ അഭിപ്രായം. അന്ന് അവൻ്റെ അഭിപ്രായത്തെക്കാൾ ഭേദം പൗലോസിൻ്റെ അഭിപ്രായം തന്നെയാണ്. ഇവൻ പറഞ്ഞ അഭിപ്രായത്തെക്കാൾ നല്ലത് ആരുടെ അഭിപ്രായം? പൗലോസിൻ്റെ അഭിപ്രായം. കാരണം പൗലോസ് അപ്പോസ്തലന്. നമുക്കൊരു അപ്പോസ്തലനുണ്ട്. ഒന്നല്ല, ദൈവത്താൽ നിയമിക്കപ്പെട്ട അനേക അപ്പോസ്തലന്മാരാൽ നമുക്ക് നൽകപ്പെട്ട ഒരു ഉപദേശത്തിൻ്റെ അടിസ്ഥാനമുണ്ട്. അതിന്മേലാണ് പ്രവാചകന്മാർ, അതിന്മേലാണ് സഭയുടെ ഓരോ കല്ലുകളും എടുത്ത് വെക്കുന്നത്. ഇതെല്ലാ ശുശ്രൂഷകളും നമുക്ക് ആവശ്യമാണ്. ഓക്കെ, പാവബോധം വരുത്തുന്ന പ്രവാചകന്മാർ ഇന്നും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ മുമ്പിലുള്ള വഴികൾ എന്തെന്ന് നമ്മളെ കാണിച്ചു തരാനും അതിനുവേണ്ടി ഒരുക്കാനും. എന്നാൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ പോലെ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു തരേണ്ട പ്രവാചകന്മാർ ഇന്ന് ആവശ്യമില്ല. അമേരിക്കയിൽ പോകണോ കാനഡയിൽ പോകണോ? പണ്ടുള്ളവരോട് ചോദിച്ചാൽ ഏതാ ദൈവത്തിൻ്റെ ഇതൊന്ന് പ്രാർത്ഥിച്ച് പറയാമോ? അത് പറയുന്ന പ്രവാചകന്മാർ ഇന്ന് ആവശ്യമില്ല. നമ്മൾ എങ്ങോട്ട് പോകണം നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കും. അതിനൊക്കെയുള്ള ആത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മൾ ഒരുക്കാൻ പ്രവാചകന്മാർ ആവശ്യമാണ്. അഗബോസ് അങ്ങനെയാണ് പൗലോസിനെ ഒരുക്കിയത് അല്ലേ? അഗബോസ് എന്താ പ്രവചിച്ചത് പൗലോസിനോട്? നീ പോയാൽ നിന്നെ പിടിക്കും, നിന്നെ ജാതികൾ കേൾപ്പിക്കും, പോക്കാണ് എന്ന് തന്നെ എല്ലാവരും ഒന്ന് വ്യാഖ്യാനിച്ചത്.
സകല പ്രവാചകന്മാരും പറഞ്ഞു. ഫിലിപ്പോസിന്റെ പ്രവചിക്കുന്ന പുത്രിമാരെല്ലാം പറഞ്ഞു അപകടമാണ്. ഏത് സഭയിൽ ചെന്നാൽ അവിടെ എല്ലാം ഓരോ പ്രവാചകന്മാരുണ്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞു പൗലോസ് പോലെ പ്രശ്നമാണ്. പൗലോസ് പറഞ്ഞു എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി. അപ്പം എന്തിനാ ഇത്തരം പ്രവാചകന്മാരെ ദൈവം അയച്ചത്? ചുമ്മാ പോകരുത്. എങ്ങനെ പോകണം? പ്രാണനെ വിലയേറിയതായി എണ്ണാതെ ജീവനെ വെച്ച് കൊടുത്തിട്ട് പോകണം. അല്ലാതെ ഈ പ്രവാചകന്മാരാരും പൗലോസിനോട് പോകരുതെന്ന് പറഞ്ഞില്ല. പോയാൽ എന്ത് സംഭവിക്കുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിനൊരുക്കാൻ വേണ്ടിയാണ് ആ പ്രവാചകന്മാർ അവിടെ വന്നത്. പോയാൽ ഇത് സംഭവിക്കും, പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ. അതാണ് പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത. നോ വൺ ഷാൽ ബി ദെയർ ടു അഡ്വൈസ് അസ്. കാരണം അതിൻ്റെ ആവശ്യമില്ല. അതായത് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ആലോചന പറഞ്ഞു തരാൻ കർത്താവിൻ്റെ അഭിഷേകം തന്നെ നമുക്ക് മതി. എന്നാൽ മുമ്പിലുള്ള വാണിങ്സ് നമ്മൾ എങ്ങനെ ഒരുങ്ങണം, ആ ഒരുക്കത്തിനാണ് ഈ പ്രവാചകന്മാരുടെ ശുശ്രൂഷ ഇന്നും നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ പാപങ്ങളെ കാണിച്ചു തരാനും മാനസാന്തരത്തിലേക്ക് നയിക്കാനും കർത്താവിനെ അന്വേഷിക്കുമാറ് നമുക്ക് പാവബോധം ഉണ്ടാകുന്നതിനും ഒരുത്തൻ വെളിയിൽ നിന്ന് വന്നാൽ അവന് പാവബോധം ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഈ പ്രവചന ശുശ്രൂഷ ഇന്നും ആവശ്യമാണ്. പക്ഷേ അത് റെവലേഷൻ്റെ തലത്തിൽ ആവശ്യമില്ല. അതായത് വചനത്തിൽ നിന്നുള്ള വെളിപ്പാടായിട്ട് ആവശ്യമില്ല. അതൊരിക്കലായി നമുക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം എന്തിനാണ്? നമ്മൾ ഓരോ ഉപദേശത്താൽ അലഞ്ഞുഴലുന്ന ശിശുക്കളാകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ഓരോരുത്തരും യേശുക്രിസ്തു എന്ന തലയോളം വളരുവാനാണ് ഓരോ സഭകളും സ്ഥാപിക്കപ്പെടുന്നത്. എന്തിനാ സഭ? ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ തലയോളം വളരുവാൻ ഈ സഭ, ലോക്കൽ സഭകൾ ആവശ്യമാണ്. സഭ ഇല്ലാതെ നമുക്ക് നടക്കത്തില്ല. ഒരു സഭയ്ക്ക് നമ്മൾ സബ്മിറ്റഡ് ആയേ പറ്റുള്ളൂ. ഇഫ് യു ആർ നോട്ട് സബ്മിറ്റഡ് ടു എ ലോക്കൽ ചർച്ച്, നിങ്ങൾ ആരോടും വചനം പറയാൻ അതോറിറ്റി ഉള്ള ആളല്ല. ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞങ്ങൾ ആന്ധ്രാപ്രദേശിലായിരിക്കുമ്പോൾ ഒരു തർക്കം ഉണ്ടായി. ഞങ്ങൾ സഭയിലെ രണ്ട് സഹോദരങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായി. തർക്കം എന്താണെന്നറിയോ? സ്ത്രീകൾ സഭയിൽ പ്രസംഗിക്കുന്നത് ശരിയാണോ തെറ്റാണോ? ഇതാണ് തർക്കം. അപ്പം ഞാൻ പറഞ്ഞു സ്ത്രീകൾ സഭയിൽ പ്രസംഗിക്കണ്ട. സഹോദരിമാരെ വിഷമിച്ചിട്ട് കാര്യമില്ല, പൗലോസിനോട് ചോദിച്ചാൽ മതി അവിടെ ചെല്ലുമ്പോൾ. അപ്പം വേറൊരു ബ്രദർ പറഞ്ഞു അതൊക്കെ പഴയകാലത്തുള്ള ആ പുരുഷാധിപത്യത്തിൻ്റെ ലക്ഷണങ്ങളാണ്, നമ്മൾ ക്രിസ്തുവിൽ അങ്ങനൊന്നുമില്ല അല്ല. ഞാൻ പറഞ്ഞു എന്ത് ആധിപത്യമായാലും ശരി പൗലോസ് പറഞ്ഞാണ് എനിക്ക് വാക്യം, അതുകൊണ്ട് ഞാൻ ഇതങ്ങനെ തന്നെ എടുക്കും. അപ്പം പുള്ളിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തെഴുതാൻ തുടങ്ങി. ഇമെയിൽ, അന്ന് ഇത്രയും വാട്സാപ്പ് ഒന്നുമില്ല, ഇമെയിൽ വഴിയാണ്. അപ്പം എൻ്റെ പോയിന്റുകളെല്ലാം ഇമെയിൽ വഴി അങ്ങോട്ട് ചെല്ലും, പുള്ളിയുടെ പോയിന്റുകളെല്ലാം ഇമെയിൽ വഴി ഇങ്ങോട്ട് വരും. അപ്പം ഞങ്ങൾ ബൈബിൾ സ്റ്റഡിക്ക് ഇരുന്നാലും ഈ വിഷയം വരും, പ്രാർത്ഥിക്കാനിരുന്നാലും രണ്ടുപേരും സംസാരിച്ച ഉടനെ ഈ വിഷയം. വിശ്വാസികൾ മടുത്തു കഴിഞ്ഞപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നവരെ ഇത് നിങ്ങൾ രണ്ടുപേരും മിണ്ടരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പിള്ളേര് ഞങ്ങളെക്കാളും 10 വയസ്സെങ്കിലും കുറവുള്ള ഞങ്ങൾ വിശ്വാസത്തിൽ വളർത്തിയ പിള്ളേർ വട്ടം കൂടിയിരുന്ന് പറയാണ് ഇനി നിങ്ങളൊരു തീരുമാനം എടുത്ത് അറിയിക്കുന്നവരെ നിങ്ങൾ രണ്ടുപേരും സഭയിൽ മിണ്ടരുത്. അവരവിടെ മിണ്ടരുതെന്ന് പറഞ്ഞാൽ ലോകത്തിലൊരു സഭയിലും അവരതഴിക്കാതെ എനിക്ക് പോയി മിണ്ടാൻ പറ്റില്ല. 2 മാസം സഹോദരങ്ങളെ ഒരിടത്തും പ്രസംഗിച്ചില്ല. അങ്ങനെ ഇരുന്നു. അവർ പ്രസംഗിക്കും, ഞങ്ങൾ കേൾക്കും. ആലോചിച്ച് നോക്കിയേ. അവസാനം അവരൊരു തീരുമാനം പറഞ്ഞു, ഞങ്ങൾ അംഗീകരിച്ചു. അതാണ് സഭയുടെ അധികാരം എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? ഇപ്പം ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ചർച്ചിൽ അവിടുത്തെ മൂപ്പന്മാരെല്ലാം കൂടെ തീരുമാനിക്കുകയാണ്, ചേസ് ബ്രദർ പറയുന്നത് പോലെ അല്ല ജീവിക്കുന്നത്, ഇവരുടെ ഉപദേശം ജീവിതം തമ്മിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ ചർച്ചിൽ ഇനി ഞങ്ങളൊരു അറിയിപ്പ് തരുന്നവരെ പ്രസംഗിക്കേണ്ട എന്ന് അവർ പറഞ്ഞാൽ ആ ചർച്ചിലല്ല, ലോകത്തിലൊരു ചർച്ചിലും പ്രസംഗിക്കാനുള്ള അധികാരം എനിക്കില്ല. ഐ എം സബ്മിറ്റഡ് ടു ദാറ്റ് ചർച്ച്, മൈ ലോക്കൽ ചർച്ച്. അവരുടെ ഡിസിപ്ലിനിങ്ങിന് ഞാൻ സബ്മിറ്റഡ് ആകുന്നത് അനുസരണം പഠിക്കാൻ വേണ്ടിയാണ്. അതങ്ങനെ ആയേ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? വി ഓൾ ഷുഡ് ബി സബ്മിറ്റഡ് ടു അവർ ലോക്കൽ ചർച്ച്. മറ്റ് ശുശ്രൂഷകൾക്ക് കീഴടങ്ങിയിരിക്കുകയും ആ ശുശ്രൂഷകൾ മറ്റുള്ളവരിൽ നിന്ന് ഹമ്പിളായിട്ട് സ്വീകരിക്കുകയും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്താണ് നമ്മൾ പരസ്പരം ഓരോരുത്തരെയും ക്രിസ്തുവിൻ്റെ തലയോളം സത്യത്തിൽ, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് വളർത്തുവാൻ ഇടയാകുന്നത്. അതുകൊണ്ട് പരസ്പരം തിരുത്തപ്പെടാൻ, ഹംബിൾനെസ് പഠിക്കാൻ, ബ്രോക്കൺനെസ് എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ മറ്റുള്ളവരുടെ ഡിസിപ്ലിനിങ്ങിന് കീഴിലിരിക്കാനും പഠിച്ചവർക്ക് മാത്രമേ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ സാധിക്കാവൂ. കാരണം ആ ചർച്ചിൻ്റെ അതോറിറ്റിയാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നിൽക്കാനുള്ള അധികാരം. കാരണം ദെയർ ഇസ് എ വിറ്റ്നസ് ബിഹൈൻഡ് മീ. ആ വിറ്റ്നസ് നഷ്ടപ്പെട്ടാൽ എൻ്റെ ജീവിതത്തെ പരിശോധിക്കാൻ നിങ്ങൾക്ക് യാതൊരു വഴിയുമില്ല.
എൻ്റെ ജീവിതത്തെയോ എൻ്റെ ശുശ്രൂഷകളെയോ ഇതിനകത്ത് കാപട്യമുണ്ടോ, ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ജീവിക്കുന്നത് ഒന്നും പരിശോധിക്കാൻ നിങ്ങൾക്കൊരു വഴിയുമില്ല. ഞാനിങ്ങനെ ഊടാടി സഞ്ചരിച്ച് എല്ലായിടത്തും പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ഐ എം നോട്ട് സബ്മിറ്റഡ് ടു ആൻ അതോറിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബിഗ് പ്രോബ്ലം. ഇറ്റ്സ് എ സ്പിരിച്വൽ പ്രോബ്ലം. ഓക്കെ, സോ വി ഓൾ ഷുഡ് ബി സബ്മിറ്റഡ് ടു എ ചർച്ച്. പെർഫെക്റ്റ് ചർച്ച് ആയിരിക്കത്തില്ല, പക്ഷെ നിങ്ങൾ സബ്മിറ്റഡ് ആയിരിക്കണം. നിങ്ങൾ വഴിതെറ്റി പോകാതിരിക്കാൻ അത് വളരെ നല്ലതാണ്. അപ്പോൾ ക്രിസ്തുവിൽ വളരുന്ന ആ ഒരു സ്റ്റെപ്പ്, അവൻ്റെ പെർഫെക്ഷൻ ആണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഈ വഴികളിലൂടെ നമ്മൾ നടന്നേ പറ്റുള്ളൂ. അത് പ്രവൃത്തിയാൽ സാധിക്കില്ല താനും. അതെല്ലാം ദൈവത്തിൻ്റെ കൃപയാലും അവൻ ഏൽപ്പിക്കുന്ന കൃപാവരങ്ങളുടെ ശുശ്രൂഷകളാലുമാണ് ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ആ തലയോളം പണിയപ്പെടുകയും വളർത്തപ്പെടുകയും ചെയ്യുന്നത്. എൻ്റെ ഉപദേശങ്ങളാൽ നിങ്ങൾ പണിയപ്പെട്ടാൽ നിങ്ങൾ എന്നെപ്പോലിരിക്കും. പക്ഷെ ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാലാണ് നിങ്ങൾ പണിയപ്പെടുന്നതെങ്കിലേ നിങ്ങൾക്ക് ക്രിസ്തു എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരാളുടെ ശുശ്രൂഷകളല്ല, പലരുടെ ശുശ്രൂഷകളാണ് ഒരാളെ വളർത്തുന്നത്. ഞാൻ ഒരു ദിവസം തിരുവല്ലയിലൊരു ചർച്ചിൽ ഇരിക്കുമ്പം അവിടുത്തെ പാസ്റ്ററിനോട് പറഞ്ഞു, ഒരു ബ്രദറിനെ പരിചയപ്പെടുത്തി പറഞ്ഞു, ഈ ബ്രദർ എപ്പോഴും ചേസ് പാസ്റ്ററുടെ പ്രസംഗമേ കേൾക്കത്തുള്ളൂ, പുള്ളിയുടെ മൊബൈൽ മുഴുവൻ അതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വരാൻ പറഞ്ഞു, എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാൻ പറഞ്ഞു. കാരണം എന്താണെന്നറിയോ, ഇയാൾ അവസാനം എന്നെ മാത്രം ആശ്രയിക്കുന്ന ഒരാളായിട്ട് വരും. പയ്യനാ, ചെറിയ കുട്ടി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞത്. കാരണം ആ പ്രായത്തിൽ ഹീറോസിനെ അവർ നോക്കുന്നത്. അവർ ഹീറോ എന്ന് വിചാരിക്കുന്ന ആൾ അക്ഷരാർത്ഥത്തിൽ ഒരു സീറോ ആന്നു. അതവരൊരു തെറ്റിദ്ധാരണയാന്നു. നമ്മളുള്ളിൽ ക്രിസ്തു ഉള്ളതല്ലാതെ വേറൊരു മഹത്വം ഈ ജഡത്തിന് ഇല്ലെന്നുള്ള കാര്യം ഗ്രഹിക്കാൻ ആ പ്രായത്തിൽ അവരെ കൊണ്ട് ചിലപ്പോൾ കഴിയത്തില്ല. അതുകൊണ്ട് അവർ വ്യക്തികളെ നോക്കിക്കൊണ്ടിരിക്കും. അവർ വിശദീകരിക്കപ്പെടുന്ന എന്തോരം ആണെന്നൊന്നും ആർക്കും മനസ്സിലാകത്തുമില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, യു നീഡ് എ ചർച്ച്. പക്ഷെ ചർച്ചിൻ്റെ അധികാരത്തിലുള്ള ശുശ്രൂഷയുള്ള നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ ഓർത്തോ, ക്രിസ്തുവിലേക്കല്ല നിങ്ങൾ അവരെ നയിക്കുന്നതെങ്കിൽ, ഈ ലോകത്തിലെ ധനത്തിലേക്കാണ് നിങ്ങൾ അവരെ നയിക്കുന്നതെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാകുകയില്ല. ഒറ്റ കാര്യമാണ് നമ്മൾ അതിനായിട്ട് ക്വാളിഫൈ ചെയ്യുന്നത്. ആശ ഒന്ന്, പ്രത്യാശ ഒന്ന്. എന്തൊക്കെയാ ഒന്നാകേണ്ടത്? ഒരു സമൂഹം ഒന്നാകണം. ഒരു സഭ ക്രിസ്തുവിൻ്റെ സഭയാകണമെങ്കിൽ എന്തെല്ലാം ഒന്നായിരിക്കണം? നമ്മെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം, അതേ വിശ്വാസത്തിൽ അതേ പ്രത്യാശയിൽ യേശുക്രിസ്തു എന്ന ഏക കർത്താവിനെ നോക്കി അവനിൽ ഒരു ശരീരമായി പണിയപ്പെടുന്ന സഭകളായിരിക്കണം ഓരോ ലോക്കൽ സഭകളും. അവിടെ ഒരേ പ്രത്യാശയാണ് പ്രസംഗിക്കപ്പെടേണ്ടത്, ഒരേ വിശ്വാസമാണ് നടത്തപ്പെടേണ്ടത്, ഒരേ കർത്താവിൻ്റെ കീഴിലാണ് അവർ ഒരു ശരീരമായി മാറേണ്ടത്, ഒരേ പിതാവിൻ്റെ കീഴിലാണ് അവർ പഠിക്കേണ്ടതും വളരേണ്ടതും പക്വത പ്രാപിക്കേണ്ടതും. നമുക്ക് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം ഈ സെഷൻ. പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുക, ഞാൻ ഈ പറഞ്ഞ പ്രസംഗം എല്ലാം നിങ്ങൾ മറന്നുപോകും. ഈ വചനം എഫേസ്യ ലേഖനം, ഇപ്പോൾ എഫേസ്യ ലേഖനമല്ലേ ഇന്ന് കണ്ടത്, റോമാലേഖനം, ഈ ഞാൻ വായിച്ച ഭാഗങ്ങൾ ഒന്നും കൂടെ വായിച്ചാൽ സഹോദരങ്ങളെ തീർച്ചയായിട്ടും ഇത് മറന്നു പോവില്ല. കാരണം എക്സാക്ട്ലി അത് തന്നെയാണ് നമ്മൾ കണ്ടത്. എൻ്റെ വാക്കുകളല്ല, ഇത് ബൈബിളിലെ വാക്കുകളാണ്. അത് നമ്മളെല്ലാവരും ഒരുപോലെ പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത് വായിക്കാൻ മറന്നു പോകരുത്. വായിച്ചാൽ മാത്രമേ ഇത് ഓർമ്മയെ നിൽക്കുകയുള്ളൂ. നമ്മൾ പാഠം പഠിപ്പിക്കുമ്പോൾ ടീച്ചേഴ്സ് പറയല്ലേ, നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം, ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചാൽ ഇത് ഓർമ്മയെ നിൽക്കുമെന്ന് പറയല്ലേ. അതുപോലെ നമ്മൾ ടെക്സ്റ്റ് ബുക്കാണ് പഠിച്ചത്. ഇത് നിങ്ങൾ വായിച്ചെങ്കിൽ മാത്രമേ ഓർമ്മയെ നിൽക്കുകയുള്ളൂ. ഇത് മറന്നു കളയരുത്, വിട്ട് കളയരുത്, ലാഘവമായി എടുക്കരുത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ വചനം ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളെ ജീവിപ്പിക്കണമേ. അത് അങ്ങയുടെ തേജസ്സിലേക്കും അങ്ങയുടെ എക്സലൻസിലേക്കും ഞങ്ങളെ നയിക്കണമേ. അവിടുത്തെ കൃപ ഞങ്ങളെ പരിപാലിക്കണമേ. ദൈവകൃപയിൽ ഞങ്ങളെ നടത്തണമേ. കർത്താവ്, ഞങ്ങളുടെ ഉള്ളിൽ അവിടുത്തെ ആത്മാവ് ജീവനായി വ്യാപരിക്കണമേ. അവിടുത്തെ ധനത്തിലേക്ക് ഞങ്ങളെ നടത്തണം. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.